നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മമ്മൂട്ടിക്കായി ശബരിമലയിൽ മോഹൻലാൽ ഉഷപൂജ നടത്തിയതിലും മതം തിരയുന്നവരുടെ നാടായി മാറിയിരിക്കുന്നു കേരളം. മോഹൻലാൽ സ്വന്തം ഇഷ്ടത്തിനാണോ മമ്മൂട്ടി പറഞ്ഞ് പൂജ ചെയ്യിച്ചതാണോ? ഉഷപൂജയുടെ രസീത് പുറത്തുവിട്ടത് മോഹൻലാലാണോ ദേവസ്വം ബോർഡാണോ ലാലിന്റെ കൂടെയുള്ളവരാണോ? മോഹൻലാലിനോട് പറഞ്ഞ് മമ്മൂട്ടി പൂജ ചെയ്യിച്ചതാണെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളുടെ മതവികാരം വ്രണപ്പെട്ടുവെന്ന കണ്ടെത്തൽ നടത്തിയത് മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഒ അബ്ദുള്ള. അങ്ങനെയെങ്കിൽ മതവിശ്വാസികളുടെ മതവികാരം വ്രണപ്പെടുത്തിയ മമ്മൂട്ടി മാപ്പ് പറയണം പോലും. മതേതരത്വത്തിനും സൗഹൃദത്തിനും മാതൃകയാകേണ്ട പ്രവൃത്തിയെ മതം കലർത്തി വികലമാക്കുന്നതിന് പിന്നിൽ എന്താണ്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ശ്രീജിത്ത് പണിക്കർ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ, തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീ വിനു കിരിയത്ത്, യൂത്ത് ലീഗ് നേതാവ് ശ്രീ CK ഷാക്കിർ, സമസ്തയുടെ പ്രതിനിധിയായ ശ്രീ നാസർ ഫൈസി കൂടത്തായി എന്നിവരാണ് ചേരുന്നത്. ഒ അബ്ദുള്ള ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാമെന്ന് പറഞ്ഞിരുന്നു. അല്പസമയം മുമ്പ് അദ്ദേഹം പ്രതികരണത്തിനില്ല എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ചർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത് ഒ അബ്ദുള്ള. അദ്ദേഹം മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമാണ്, പൊതുരംഗത്തുള്ള ആളാണ്. അദ്ദേഹം മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ശബരിമലയിൽ ഉഷപൂജ നടത്തിയതിനെക്കുറിച്ച് ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലിട്ടിരുന്നു. അതാണ് ഈ ചർച്ചയ്ക്ക് കാരണം. അതിലേക്ക് ആദ്യമൊന്ന് പോകാം. അത് ആദ്യമൊന്ന് കേട്ടു നോക്കാം. ഒ അബ്ദുള്ളയുടെ വാക്കുകൾ. മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തോപ ചെയ്യണം, മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം. അധികപ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വളരെ ഗുരുതരമായൊരു വീഴ്ച മമ്മൂട്ടി എന്ന് പറയുന്ന അനുഗ്രഹീത സിനിമാ നടൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ശബരിമലയിൽ നടൻ മോഹൻലാൽ വഴിപാട് നേർന്നിരിക്കുന്നു എന്നാണ് വാർത്ത. ഇത് മമ്മൂട്ടി പറഞ്ഞേൽപ്പിക്കാതെ മോഹൻലാലിൻ്റെ വിശ്വാസമനുസരിച്ച് അദ്ദേഹം ചെയ്തതാണെങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണ്. അദ്ദേഹത്തെ ഒട്ടും തന്നെ വിമർശിക്കാൻ പാടില്ല. കാരണം മോഹൻലാലിൻ്റെ വിശ്വാസം അത്രത്തോളം ശബരിമല ശാസ്താവിനെ സംബന്ധിച്ച് അത്രത്തോളം വലുതാണ്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തു എന്നേ കണക്കാക്കേണ്ടതുള്ളൂ. പക്ഷേ അദ്ദേഹം പറഞ്ഞ് ഏൽപ്പിച്ചാണ് അത് ചെയ്തതെങ്കിൽ അത് മഹാ അപരാധമാണ്. കാരണം ഇസ്ലാമിക ദൃഷ്ട്യ അള്ളാഹുവിനല്ലാതെ അള്ളാഹുവിന് മാത്രമേ വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അദ്ദേഹത്തോടെ അള്ളാഹുവിനോട് സഹായം തേടാൻ പാടുള്ളൂ. ഇതിനെല്ലാം ലംഘനമാണത്. പണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് വഹി ദിവ്യബോധന ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയത്തുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അഫറൈത്തുമില്ലാത്ത ഉൽ ഉസ്സ മനാത്ത സാലിസത്തുൽ ഉഖ്റ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരാരാധിച്ചുകൊണ്ടിരിക്കുന്ന ജാലിയ അറബികൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ലാത്ത ഉസ്സയെ കണ്ടില്ലേ, മനാത്തെ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ശൈത്താൻ കടന്നുകൂടിയിട്ട് അതിൻ്റെ ഷഫായത്തുമില്ല തുർത്തജ, അവരുടെ ഷഫായത്ത് സംഭവ്യമാണ്, പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന രീതിയിൽ ശൈത്താൻ കടന്നു ഓതി റിപ്പോർട്ട് അനുസരിച്ച്. അപ്പോൾ അത് ഉടനെ തിരുത്തപ്പെട്ടു. അപ്പോൾ ഒരു നിലക്കും അത്തരത്തിലുള്ളതായ ലാത്തയാവട്ടെ ഉസ്സയാവട്ടെ ശബരിമല ശാസ്താവാവട്ടെ മറ്റാരാവട്ടെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ പങ്കു ചേർക്കാനോ അതിന് വിരുദ്ധമായത് പ്രവർത്തിക്കാനോ എന്ത് കാരണത്താലും ശരിയല്ല. ഇവിടെ നമുക്ക് ഇദ്ദേഹത്തിൽ നിന്ന് മമ്മൂട്ടിയിൽ നിന്ന് വിശദീകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് അദ്ദേഹം സമുദായത്തോട് വ്യക്തമാക്കണം. ഇല്ലെങ്കിൽ വലിയൊരു വ്യതിയാനമായി അത് കണക്കാക്കപ്പെടും. ഒരിക്കലും തന്നെ, പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ അത് ഒരിക്കലും തന്നെ അനുവദിക്കാവുന്നതല്ല. മുസ്ലിം മതപണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഇടപെടണം. ഓക്കെ, ഇതാണ് ഒ അബ്ദുള്ളയുടെ വാക്കുകൾ. എന്തായാലും ഒ അബ്ദുള്ളയുടെ ഈ വാക്കുകൾക്ക് വലിയൊരു പിന്തുണയൊന്നും സമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളത് വലിയൊരു ആശ്വാസം തന്നെയാണ്. വ്യാപകമായ വിമർശനമാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത്. മുസ്ലിം മതസംഘടനകളിൽ നിന്ന് പോലും ഒ അബ്ദുള്ളയെ അനുകൂലിക്കുന്ന രീതിയിലുള്ള പ്രതികരണമൊന്നും ഇതുവരെ വന്നിട്ടുമില്ല. അത് നല്ല കാര്യമാണ്. ഇവിടെ ശ്രീ വിനു കിരിയത്ത്,
ഒരു നല്ല പ്രവൃത്തിയായിട്ടാണ് എല്ലാവരും മോഹൻലാൽ ഉഷപൂജ നടത്തിയതിനെ കണ്ടിരുന്നത്. അത് ഒരു അനുകരിക്കേണ്ട കാര്യമാണെന്ന് പോലുമുള്ള പ്രതികരണങ്ങൾ ഉണ്ടായതാണ്. ഒരു മതസൗഹാർദ്ദത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ ഒരു മാതൃകയായിട്ട് കണ്ടതാണ്. പക്ഷേ ഈ അബ്ദുള്ളയുടെ വാക്കുകൾ അതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? വളരെ വേദനയോടുകൂടിയാണ്. കാരണം അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ പ്രായത്തെ പോലും അദ്ദേഹം ബഹുമാനിക്കുന്നില്ല എന്ന് തോന്നിപ്പോയി. നോക്കൂ, സൗഹൃദത്തിന് മതമില്ല. അതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. മനുഷ്യന് മതമുണ്ട്, പക്ഷെ നല്ല സൗഹൃദങ്ങൾക്ക് മതമില്ല. മോഹൻലാൽ അവിടെ ചെയ്തത് മമ്മൂട്ടി എന്ന മനുഷ്യന് വേണ്ടിയിട്ടാണ്, അല്ലാതെ മതത്തിന് വേണ്ടിയിട്ടല്ല. ഇനി അവിടെ മമ്മൂക്ക പറഞ്ഞിട്ടാണോ ചെയ്തത് എന്നുള്ളതല്ല. എല്ലാവരും ഒന്ന് ആലോചിക്കുക. നാളെ ഈ അബ്ദുള്ള എന്ന് പറയുന്ന മനുഷ്യൻ, നമ്മളെല്ലാം ജനിച്ചാൽ ഒരു ദിവസം മരിക്കും, ഒരു ദിവസം ആശുപത്രിയിൽ ചിലപ്പോൾ കിടക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർ അന്യമതസ്ഥനാണെങ്കിൽ ഞാൻ എല്ലാ ഹിന്ദുക്കളോടും മാപ്പ് പറയുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഒരു ദിവസം വഴുതക്കാട് വഴി നടന്നു പോകുമ്പോൾ എൻ്റെ ഈ ജോ പെയിൻ വന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ബ്രദർ ഡോക്ടർ വേണുഗോപാൽ കാർഡിയോളജി വിളിച്ചു പറഞ്ഞു വേഗം ആശുപത്രി പോകാൻ പറഞ്ഞു. ചെന്നപ്പോൾ ഡോക്ടർ ബാഹുലേയൻ, എനിക്കൊന്നും ഓർമ്മയില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ സ്റ്റെൻഡ് ഇട്ടിട്ട് എണീക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ സുന്ദരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ആയുഷ്കാലം സിനിമ എഴുതിയ ആളാണല്ലേ, അത് ഹൃദയം മാറ്റി വെച്ചതല്ലേ. അപ്പോൾ ഇത് വല്ലതും ആലോചിച്ചു നോക്കിയപ്പോൾ ഡോക്ടർ ഷിഫാസ്, ഞാൻ കണ്ട ദൈവം അദ്ദേഹത്തെയാണ്. നോക്കൂ, നമുക്ക് രക്തം തരുന്ന ആരാണ്? ഈ മമ്മൂക്ക ഇനിയിപ്പോൾ സർജറി ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന ഒരു ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ അടുത്താണ്. അപ്പോഴും മമ്മൂട്ടി മാപ്പ് പറയേണ്ടി വരുമോ മിസ്റ്റർ അബ്ദുള്ള? അബ്ദുള്ളയോട് നേരിട്ട് ഇത് ചോദിക്കാമായിരുന്നു. അല്പം മുമ്പ് വരെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ടെലിഫോൺ ലൈനിൽ വന്ന് ഇക്കാര്യങ്ങൾ വിശദീകരിക്കാമെന്നാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് അദ്ദേഹം മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. സമൂഹത്തിൽ നിന്ന് അത്രയധികം വിമർശനം അദ്ദേഹത്തിനെതിരെ വരുന്നുണ്ട്. ഫേസ്ബുക്ക് പേജ് നോക്കുമ്പോൾ ഇപ്പോൾ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം മാറ്റിയിട്ടുമുണ്ട് ഈ പറയുന്ന വിഷലിപ്തമായ ഈ അദ്ദേഹത്തെ കൂടുതൽ ട്രോൾ ചെയ്യുന്നത്. മുസ്ലിം സമൂഹത്തിലുള്ളവർ തന്നെ അദ്ദേഹത്തെ അതിശക്തമായി ട്രോൾ ചെയ്യുന്നതും കാണാം. ശരി വിനു. അതെ, ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ വിമർശിച്ചിരിക്കുന്ന ആ മതത്തിൽപ്പെട്ടവർ തന്നെയാണ്. നോക്കൂ, നമ്മളൊരു കാര്യം ആലോചിക്കുക. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി മോഹൻലാൽ മാത്രമല്ല കേട്ടോ പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മലയാളികളായാലും ഈവൻ അദ്ദേഹത്തെ അറിയാമെന്നുള്ള അദ്ദേഹം എല്ലാ ഭാഷയിലും അഭിനയിച്ചാണ്. എല്ലാ മനുഷ്യരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അത് ജാതിയും മതവും നോക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ അബ്ദുള്ള ഇവിടെ ഒരു കാര്യം, ബഹുമാനപ്പെട്ട അബ്ദുള്ള ഒരു കാര്യം സമ്മതിച്ചിരിക്കുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്നത് പോലെ വാവരല്ല, അവിടെ വാവുര മുനിയാണെന്ന്. ഇല്ലേ? നോക്കൂ, വാവരെ കണ്ടിട്ടാണ് ഞങ്ങളെല്ലാം പോകുന്നത് ശബരിമലയിൽ പോകുമ്പോൾ പൈസ ഇട്ടിട്ട്. ഇപ്പോൾ അതല്ലാതെ വാവുര മുനിയാണെന്നൊക്കെ ഒരു ചർച്ച വരുന്നത്. അപ്പോൾ അത് സമ്മതിക്കുകയല്ലേ താങ്കൾ ചെയ്യുന്നത്? കാരണം മോഹൻലാൽ പോയത് ശബരിമലയിലാണ്, അവിടെയാണ് മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചത്. നോക്കൂ, അവർ ഒരുമിച്ച് സിനിമയിൽ വന്ന കാലഘട്ടം മുതൽ ഇന്ന് വരെ ആ ബന്ധം കീപ്പ് ചെയ്യുന്നതിന് ഒരു വലിയ കയ്യടിയല്ലേ കൊടുക്കേണ്ടത്? ഈ നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന രാഷ്ട്രീയക്കാർ മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുമ്പോഴും അതൊന്നുമില്ലാതെ സഹോദര തുല്യരായി ജീവിക്കുന്ന രണ്ടു പേർക്ക് ഒരു അപ്ലോസ് കൊടുക്കാനുള്ളതിന്, അതും ഇത്ര പെട്ടെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരാൾക്ക് രോഗം വരുമ്പോൾ അയാൾക്കുണ്ടാകുന്ന വേദന എന്താണെന്ന് താങ്കൾ മനസ്സിലാക്കണമായിരുന്നു. അദ്ദേഹം ഒരു വലിയ നടനാണ്. 100 കോടിയുടെ ഒരു പ്രോജക്റ്റിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ആശുപത്രി പോകുമ്പോൾ ഇത്ര പെട്ടെന്ന് കയറി അദ്ദേഹം മാപ്പ് പറയണം എന്നൊക്കെ പറയുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, സത്യം വല്ലാണ്ട് വേദനിച്ചു എന്നേ പറയുള്ളൂ. താങ്കളോടുള്ള എല്ലാ ബഹുമാനത്തോടു കൂടിയും പറയുകയാണ്, താങ്കളെ ബഹുമാനിക്കൂ. തീർച്ചയായിട്ടും ഇത് വല്ലാത്തൊരു കമൻ്റ് ആയിപ്പോയി. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് ശരി, ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ ഒരു വാർത്താ പ്രാധാന്യം ഉള്ളതാണോ എന്ന്. ഇത് ചർച്ച ചെയ്യാനുള്ള കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സമൂഹത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്നത് ആളുകളും അറിയട്ടെ എന്നാണ്. ഇതൊരിക്കലും തള്ളിപ്പറയേണ്ട ഒരു കാര്യമല്ല മോഹൻലാൽ ചെയ്തത്. അത് വിശ്വാസമുള്ളവരാകട്ടെ വിശ്വാസം ഇല്ലാത്തവരാകട്ടെ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ അവർക്കൊക്കെ ഇല്ല ഇത് ശരിയല്ല എന്ന് പറയാൻ തോന്നുകയില്ല. കാരണം അത് മമ്മൂട്ടിയും മോഹൻലാലുമാണ്. 40 വർഷത്തോളം അവർ തമ്മിലുള്ള സൗഹൃദമുണ്ട്. അതുപോലെ തന്നെ അവരെ ഇഷ്ടമാണ്. എന്തുകൊണ്ട് മലയാളികൾക്കെല്ലാം അവരെ ഇഷ്ടമാണ്. അപ്പോൾ അതിൽ മതം കലർത്തുന്നു എന്ന് പറയുമ്പോൾ അത് ചർച്ച ചെയ്യേണ്ടി വരും. അതിലൊരു ന്യൂസ് വാല്യൂ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്താണ് രാഹുൽ? അല്ലല്ല, രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ഇതിൽ മതം കലർത്തുന്നു എന്ന് പറയരുത്. അതായത് യഥാർത്ഥത്തിൽ ശബരിമലയുടെ കോണ്ടെക്സ്റ്റിൽ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതായത് എരുമേലി പള്ളി നമ്മൾ പോകുമ്പം എരുമേലിക്ക് തൊട്ടിപ്പുറത്ത് ഒരു അമ്പലമുണ്ട്. അതിൽ വാവര് സ്വാമിക്ക് വേണ്ടി ഒരു നടയുണ്ട്. അതിലൊരു വിഗ്രഹമില്ല. ഇപ്പം പോലും നോക്കിയാൽ മതി, കഴിഞ്ഞ 1000 വർഷങ്ങളായിട്ട് ഒരു വിഗ്രഹമില്ല. കാര്യം വാവര് സ്വാമിക്ക് അല്ലെങ്കിൽ വാവർ എന്ന് പറയുന്ന ബാബർ, പാത്തുമ്മയുടെയും അലിയുടെയും മകനായി ജനിച്ച വാവരനോ ബാബരനോ സഗുണാരാധനയും വിഗ്രഹാരാധനയും ഇല്ല. അതുകൊണ്ട് ഞങ്ങളുടെ ദൈവമായ അയ്യപ്പൻ വാവരെ ആദരിക്കാൻ തീരുമാനിച്ചപ്പോ വാവർക്ക് ഹലാലായ രീതിയിലാണ് ആദരിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് കഥയുണ്ടാക്കി പറയല്ല, ഇന്നും ചെന്ന് നോക്കിയാൽ കാണാം. അതായത് ആ വാവര് നട എന്ന് പറയുന്ന ഹിന്ദു ക്ഷേത്രത്തിനുള്ളിലുള്ള സ്ഥലത്ത് വാവരുടെ നടയിൽ ഒരു സഗുണാരാധനയോ വിഗ്രഹാരാധനയ്ക്കോ പകരം ഒരു ആർച്ച് മാത്രമാണ് വെച്ചത്. കാര്യം വാവര് ആദരിക്കപ്പെടുമ്പോ വാവർക്ക് ഹറാമല്ലാത്ത രീതിയിൽ വാവർക്ക് കൂടി
കുറച്ചുകൂടി ഹലാലായ രീതിയിൽ ആദരിക്കപ്പെടണം എന്ന് നിർബന്ധമുള്ളവരാണ് നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മതവിശ്വാസത്തെ ഡയലൂട്ട് ചെയ്യുന്നതല്ല. മതവും ആത്മീയതയും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. നമ്മുടെ മതവിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മതങ്ങളുടെ ബഹുസ്വരതയെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു മനോഭാവമാണ്. അത് അയ്യപ്പനിലും ബാബറിലും കാണാം, മഹാത്മാഗാന്ധിയിലും മൗലാന അബുൽ കലാം ആസാദിലും കാണാം. അദ്ദേഹം വിശുദ്ധ മക്കയിൽ ജനിച്ച ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഖുറാൻ പണ്ഡിതരിൽ ഒരാളാണ്, ഏറ്റവും വലിയ മതസൗഹാർദ്ദവാദിയാണ്. അദ്ദേഹം പരിശുദ്ധ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ പൂർണ്ണമായി മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ദേശീയതയ്ക്കും രാജ്യസ്നേഹത്തിനും മതസൗഹാർദ്ദത്തിനും വേണ്ടി നിന്നതാണ്. നാളെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, മമ്മൂട്ടി ഹജ്ജിന് വേണ്ടി, പരിശുദ്ധ ഹജ്ജിന് വേണ്ടി വിശുദ്ധ മക്കയിലേക്ക് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പാതയിൽ പോവുകയാണ്. മോഹൻലാലിന് എന്നൊരു അസുഖം അല്ലെങ്കിൽ മോഹൻലാലിനോട് പറയാണ്, ലാലേ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചേക്കാം. മോഹൻലാൽ എന്ത് പറയണം? അയ്യോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്റെ മതഭ്രഷ്ടാവും എന്ന് പറയണം. എന്ത് തരം ഭ്രാന്താണിത്? യഥാർത്ഥത്തിൽ ഏറ്റവും സന്തോഷമുള്ള അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. മുസ്ലിം സമൂഹത്തിലെ വ്യക്തികൾ അദ്ദേഹത്തെ കാര്യമായി ട്രോൾ ചെയ്യുന്നുണ്ട്. ഈ തീവ്ര വലതുപക്ഷവാദികൾക്ക്, അതായത് ഇസ്ലാമോഫോബിയ മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് വഴിമരുന്നും വെടിമരുന്നും ഇട്ടുകൊടുക്കുകയാണ് ശ്രീ ഒ അബ്ദുള്ളയെ പോലുള്ള ആൾക്കാർ ചെയ്യുന്നത്. അതായത് നമ്മുടെ സമൂഹത്തിൽ മോഹൻലാൽ ചെയ്ത, മോഹൻലാൽ സ്വന്തം ചേട്ടനെ പോലെ കാണുന്ന ഇച്ചാക്ക എന്ന് വിളിക്കുന്ന മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ വഴിപാട് കഴിച്ച അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. അത് വെളിയിൽ വന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് വെളിയിൽ വന്നുകൊണ്ട് കേരളത്തിൽ ഒരുപാട് പോസിറ്റീവ് ഉണ്ടായതേ ഉള്ളൂ. ആ പോസിറ്റീവിനെ ഇല്ലാതാക്കാനാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികളും ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളും പലപ്പോഴും ശ്രമിക്കുന്നത്. നമ്മൾ നമ്മുടെ വിശ്വാസങ്ങളെ ഡയലൂട്ട് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ആ വിശ്വാസത്തെ പൂർണ്ണമായി മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ, ബഹുസ്വരത എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തെയും ആത്മീയതയും പരിശുദ്ധ ഇസ്ലാമിന്റെയും പരിശുദ്ധ ക്രിസ്ത്യാനിറ്റിയുടെയും അടിസ്ഥാനങ്ങളെ ഉറപ്പിച്ചു പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പരിശുദ്ധ ഇസ്ലാമിലും വിശുദ്ധ ക്രിസ്ത്യാനിറ്റിയിലും ഒക്കെ ഏകദൈവ വിശ്വാസം അല്ലെങ്കിൽ മോണോതീസം വളരെ പ്രധാനമാണ്. അത് അങ്ങനെ തന്നെ വേണം, അതിന് യാതൊരു പ്രശ്നവുമില്ല. ഹൈന്ദവ സമൂഹത്തിൽ വ്യത്യസ്ത ധാരകളുണ്ട്. പാൻതീസം ഉണ്ട്, പ്രകൃതി അല്ലെങ്കിൽ പ്രകൃതി തന്നെയാണ് ദൈവവും ദൈവം എല്ലാം ആണെന്നുള്ള തത്വമുണ്ട്. മോണിസം ഉണ്ട്, മോണോതീസം ഉണ്ട്, ഒരു പോളിതീസം ഉണ്ട്. അപ്പോ നമ്മുടെ വിശ്വാസത്തെ ഉറക്കെ പിടിച്ചുകൊണ്ട്, മുറുക്കി പിടിച്ചുകൊണ്ട്, ഉറക്കെ പറഞ്ഞുകൊണ്ട്, എന്നാൽ പരസ്പര ബഹുമാനത്തിന്റെ ഇടങ്ങൾ കണ്ടുപിടിക്കാന്നുള്ളതിന്റെ തെളിവാണ് അയ്യപ്പനും ബാബരും അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയും മൗലാന ആസാദും. അത്തരം കാര്യങ്ങളിലേക്ക് മതം കലർത്തുന്നു എന്ന് പറയരുത്. അതിനർത്ഥം മതത്തിന് എന്തോ മോശം ഉണ്ടെന്നാണ്. അങ്ങനെയല്ല. ഇദ്ദേഹം മതം കലർത്തുകയല്ല, ഇദ്ദേഹം വിദ്വേഷം കലർത്തുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ മോണോതീസത്തിന്റെ അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസത്തിന്റെ തത്വങ്ങൾ ഇവിടെ യാതൊരു തരത്തിലും ആപ്ലിക്കബിൾ അല്ല. കാര്യം മമ്മൂട്ടി അല്ല പോയത്, മമ്മൂട്ടിയല്ല മോഹൻലാലാണ് പോയത്. ഇപ്പൊ മമ്മൂട്ടി അങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ പോയത്, അല്ലെങ്കിൽ മമ്മൂട്ടി ശരി ശരി ശ്രീ പണിക്കർ, ഇവിടെ ഒ അബ്ദുള്ള പറയുന്നത് മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ ഇങ്ങനെ വഴിപാട് നടത്തിയത് എങ്കിൽ അത് ഇസ്ലാം മത വിശ്വാസത്തിന്റെ ലംഘനമാണ്. അങ്ങനെയെങ്കിൽ തോബ ചൊല്ലണം എന്നുള്ളതാണ്, പ്രായശ്ചിത്തം ചെയ്യണം എന്നുള്ളതാണ്, ഇസ്ലാം മത വിശ്വാസികളോട് മാപ്പ് പറയണം എന്നാണ്. ഈ ആദ്യം തന്നെ ഈ ഒരു അബ്ദുള്ളയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എല്ലാവരും ആദ്യം ചോദിക്കുന്ന കാര്യം മോഹൻലാൽ പോയതിന് എന്തിനാണ് മമ്മൂട്ടി മാപ്പ് പറയേണ്ടത് എന്നാണ്. അവിടെയാണ് അബ്ദുള്ള കൂടുതൽ വിശദീകരണം നടത്തുന്നത്. മമ്മൂട്ടി അറിഞ്ഞാണ് പോയതെങ്കിൽ മമ്മൂട്ടി മാപ്പ് പറയണം, അതല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന്. ശ്രീ മഞ്ജുഷ്, മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള ബന്ധത്തിൽ ഒ അബ്ദുള്ളയ്ക്ക് എന്ത് കാര്യം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് തോന്നുന്നത് ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെ നിരവധി ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം അത് തന്നെയാണ്. മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിരിക്കുന്ന ബന്ധമല്ല. ഇവർ രണ്ടുപേരും തമ്മിലുള്ളത് മതാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ബന്ധവുമല്ല, മറിച്ച് സാഹോദര്യമാണ്. ഒരുപക്ഷെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന വിളിപ്പേരുകൾ പോലും കോമൺ ആയിട്ട് മറ്റുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന പേരുകളല്ല എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതിനർത്ഥം വളരെ വർഷങ്ങൾ, പതിറ്റാണ്ടുകളായിട്ടുള്ള ദീർഘകാലത്തെ ബന്ധമാണ് അവർ തമ്മിലുള്ളത്. അപ്പോൾ ഒരു വഴിപാട് ഏതൊരു മതത്തിലാണെങ്കിലും ഏതൊരു ആരാധനാ സമ്പ്രദായത്തിലാണെങ്കിലും ഒരാൾ ഒരു വഴിപാട് നടത്തുക എന്ന് പറഞ്ഞാൽ അത് ആരുടെ പേരിലാണോ കഴിപ്പിക്കുന്നത് ആ ആളിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. അത് ശാരീരിക സൗഖ്യമാകാം, മാനസികമായിട്ടുള്ള സൗഖ്യമാകാം, സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടാകാം, അങ്ങനെ പല കാരണത്താലാവാം. അപ്പോൾ എന്തോ ഒരു സൗഖ്യത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മമ്മൂട്ടിയുടെ പേരിൽ മോഹൻലാൽ ഒരു വഴിപാട് കഴിപ്പിക്കുന്നു. ആ വഴിപാട് കഴിപ്പിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ്. ഇനി അതല്ല എങ്കിൽ അദ്ദേഹം മമ്മൂട്ടിയുമായി ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും, ചിലപ്പോൾ മമ്മൂട്ടിയെ ആവശ്യപ്പെട്ടിട്ടായിരിക്കും. ഇപ്പോൾ പലപ്പോഴും നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ ആവശ്യപ്പെടത്തില്ലേ, ഒരാൾ ഇപ്പോൾ പള്ളിയിൽ പോവുകയാണ് അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചേക്കണേ എന്നൊക്കെ നമ്മളെല്ലാവരും പറയാറുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇതോ പറഞ്ഞാൽ എന്ത്, പറഞ്ഞില്ലെങ്കിൽ എന്ത്? ഞാൻ പറഞ്ഞത് ഇത് മമ്മൂട്ടി ആവശ്യപ്പെട്ടിട്ടാണെങ്കിൽ എന്ത്, അല്ലെങ്കിൽ എന്ത്. മമ്മൂട്ടി ആവശ്യപ്പെട്ടിട്ടല്ല എങ്കിലും മമ്മൂട്ടി ആവശ്യപ്പെട്ടിട്ടാണെങ്കിലും അത് അവർ തമ്മിലുള്ള കാര്യമാണ്. അത് മൂന്നാമത് അതിലേക്ക് വരുന്ന ഒരേ ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയാണ്. അതല്ലാതെ ഒ അബ്ദുള്ളയൊന്നും ചിത്രത്തിലേ ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ മതം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ശ്രീ ഒ അബ്ദുള്ളയോടൊപ്പം എത്രയോ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ.
അപ്പോൾ ആ സമയത്തെല്ലാം അദ്ദേഹം ഇസ്ലാമിനെ മഹത്വവൽക്കരിക്കാനായിട്ട് പറയുന്ന കാര്യം തന്നെ ഇസ്ലാം എന്ന് പറയുന്നത് സാഹോദര്യത്തിൻ്റെ മതമാണ് എന്നാണ്. അപ്പോൾ സാഹോദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതർത്ഥം വരെയുള്ള സാഹോദര്യമാണ്? നമ്മളെല്ലാവരും തന്നെ സാധാരണ ഡെഫിനിഷനിൽ മനസ്സിലാക്കുന്നത് സാഹോദര്യം എന്ന് പറയുന്നത് എല്ലാ ഭിന്നിപ്പുകളുടെയും എല്ലാ വ്യത്യാസങ്ങളുടെയും അപ്പുറത്തേക്കുള്ള ബന്ധമാണ്, രൂഷ്മളമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധമാണ് സാഹോദര്യം. അതാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്ത ആശയങ്ങളുള്ള ആൾക്കാർ തമ്മിലുള്ള സൗഹൃദം ഉണ്ടാകും, വ്യത്യസ്തമായിട്ടുള്ള മതവിശ്വാസങ്ങളുള്ള ആൾക്കാർ തമ്മിലുള്ള സൗഹൃദമുണ്ടാകും, വ്യത്യസ്തമായിട്ടുള്ള ആരാധനാ സമ്പ്രദായങ്ങളിൽ, ഈശ്വര വിശ്വാസങ്ങളിൽ ഒക്കെ തന്നെയുള്ള ആൾക്കാർ തമ്മിലെല്ലാം തന്നെ യോജിച്ചു പോകണം. അതല്ലാതെ എൻ്റെ മതം പറയുന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ, എൻ്റെ മതം പറയുന്ന ഏകദൈവത്തിനെ മാത്രം വിശ്വസിക്കുക, മറ്റുള്ള ആൾക്കാരുടെ വിശ്വാസങ്ങൾ എനിക്ക് ചേരുന്നതല്ല, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോട് എൻ്റെ മതത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ സാഹോദര്യമില്ല. ഞാൻ മനസ്സിലാക്കുന്നില്ല ഇസ്ലാം എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്ന ആൾക്കാർ ആ രീതിയിലത്തേക്ക് എൻഡോഴ്സ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഒ അബ്ദുള്ളയ്ക്ക് വലിയ പിന്തുണയൊന്നും തന്നെ ഈ വലിയ വിഷയത്തിൽ പിന്തുണ കിട്ടാതിരിക്കുന്നത്. ഇല്ല എന്നല്ല, അദ്ദേഹത്തിന് പിന്തുണയേ ഇല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു. പിന്നെ ചിലവരൊക്കെ പറയുന്നുണ്ട് ഇസ്ലാം ഇങ്ങനെയാണ്, ഇസ്ലാം മതത്തിന്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്, മതവിശ്വാസം ഇങ്ങനെയാണ്, അതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യാം എന്നൊക്കെ പറയുന്നവരുമുണ്ട്. ഷാക്കിർ, താങ്കളുടെ നിലപാട് എങ്ങനെയാണ് ഈ വിഷയത്തിൽ? ഷാക്കിർ കേൾക്കാമോ? ഷാക്കിർ കേൾക്കാമോ? ഹലോ 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 ഷാക്കിർ കേൾക്കാമോ? എങ്ങനെയാണ് താങ്കളുടെ നിലപാട് ഇപ്പോൾ? ഓ അബ്ദുള്ള, ശരി പറഞ്ഞോളൂ. കേട്ടില്ല. മഞ്ജുഷ എന്നോടാണോ അതെ അതെ ചോദ്യം? അതെ അതെ, ഓ അബ്ദുള്ള പറഞ്ഞത് എങ്ങനെയാണ്? താങ്കളുടെ ഒരു നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? എന്തായാലും അനുകൂലിക്കാൻ പറ്റില്ലല്ലോ. എന്നോടാണോ? അതെ അതെ, അല്ല ഇതൊന്നും അത്ര ഗൗതമ. ഹലോ കേൾക്കാം, പറഞ്ഞോളൂ കേൾക്കുന്നില്ലേ? ഷാക്കിർ. കേൾക്കാം ഹലോ കേൾക്കാം. അതായത് ഇതൊന്നും അത്ര ഒരു വലിയ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് തോന്നുന്നില്ല. മാത്രവുമല്ല, ഓർഡുള്ള പോലെയുള്ള ആളുകൾ പല സമയത്ത് പലതും വിളിച്ചു പറയുന്നതാണ്. അതൊക്കെ നമ്മൾ 3.5 കോടി മലയാളികൾ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ മുഖവിലേക്ക് എടുക്കേണ്ട ഒരു വിഷയമാണ് എന്ന് തോന്നുന്നേ ഇല്ല. അത് നമ്മൾ അതത്ര അവഗണിച്ച് വിടേണ്ട കാര്യം മാത്രമാണ്. അദ്ദേഹം എന്താണോ ആഗ്രഹിച്ചത് അത് നടന്നു എന്നത് മാത്രമാണ് എനിക്കിതിൽ സൂചിപ്പിക്കാനുള്ളത്. പ്രത്യേകിച്ചും അദ്ദേഹം ഏതെങ്കിലും മതസംഘടനയുടെ ആളല്ല, ഏതെങ്കിലും സംഘടനയുടെ ആളല്ല, ഏതെങ്കിലും സംഘടന ഭാരവാഹിയല്ല. അതേ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന് തോന്നിയതൊക്കെ വിളിച്ച് പറയുന്ന ഒരാളാണ്. അദ്ദേഹം എന്താ അടിസ്ഥാനത്തിലാണ് പറഞ്ഞെന്നറിയില്ല, അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ എല്ലാ സംഗതികളെയും മതത്തിന്റെ കണ്ണോടെ കാണുക എന്നുള്ളത് അതത്ര നല്ല ഒരു കാര്യമായി തോന്നുന്നത്. ഇന്ന് നമ്മൾ യഥാർത്ഥത്തിൽ, ഞാൻ എന്റെ ഈ യൂണിവേഴ്സിറ്റിയിലെ പ്രേക്ഷകരോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇന്ന് മലപ്പുറത്തുണ്ടായിട്ടുള്ള ഒരു വളരെ അഭിമാനകരമായിട്ടൊരു കാര്യമുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചോന്നറിയില്ല, എല്ലാ പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. വിഘ്നേഷ് എന്ന് പറയുന്ന IPL പ്രമുഖരായ താരം ഹീറോ ആയപ്പോൾ അദ്ദേഹത്തെ വളർത്തിയ ഉസ്താദിനെ കുറിച്ച് അദ്ദേഹം പറയുകയും ആ ഉസ്താദുമായി ഇന്ന് പ്രമുഖ ചാനലുകളൊക്കെ വന്ന് ഇന്റർവ്യൂ നടത്തുകയും ചെയ്തൊരു നമുക്കൊക്കെ വല്ലാത്തൊരു കോരിത്തരിപ്പുണ്ടാക്കുന്ന, വല്ലാത്ത അഭിമാനം തോന്നുന്ന ഒരു വാർത്ത വന്നിട്ടുള്ള ദിവസമാണിന്ന്. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുക, അല്ലെങ്കിൽ മലയാളത്തിലെ മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുക്കേണ്ട ഒരു വിഷയം അതായിരുന്നുവെങ്കിൽ നമുക്ക് എല്ലാവർക്കും മലയാളിക്ക് ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി കിട്ടുമായിരുന്നു. ഒരു ഉസ്താദ് വിഘ്നേഷ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ തെരഞ്ഞുപിടിച്ച് തന്റെ കൂടെ കൂട്ടി അതിന്റെ ടാലന്റ് കണ്ടെത്തി ആ ഒരു മാഷെ ഏൽപ്പിച്ചു കൊടുത്ത് നല്ല കളിയിൽ പ്രാഗൽഭ്യമുണ്ടെന്ന് തെളിയിച്ച് ഇന്ന് വലിയ ഹീറോ ആയി മാറിയിരിക്കുകയാണ്. ആ വിഘ്നേഷിന് പറയാൻ മടിയില്ല എന്നെ ഈ രീതിയിലാക്കിയത് ഈ ഉസ്താദാണ്. ഉസ്താദിന് യാതൊരു മടിയുമില്ലെന്ന് മാത്രമല്ല, വളരെ വലിയ സന്തോഷവും അഭിമാനം തോന്നുകയാണ്. ആ സാഹചര്യത്തിലൂടെ നമ്മുടെ നാട് കടന്നു പോകുന്നത്. അങ്ങനെയാണ് പോവേണ്ടത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇതേപോലെയുള്ള ആരെങ്കിലും ഒക്കെ വിളിച്ചു പറയുന്ന സംഗതികളെ നമ്മൾ ഈ എന്താ പറയാ ഗൗനിക്കാൻ നിന്നാൽ അത് അത്തരം. പക്ഷെ അതിന്റെ മറുവശത്ത് മറ്റൊരു നല്ല പ്രവൃത്തി ഉണ്ടായിരുന്നു, അതിനകത്ത് ചർച്ചയായിട്ട് വരട്ടെ. മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി ഉഷപൂജ നടത്തിയത്, വഴിപാട് നടത്തിയത്, അത് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാവർക്കും അതൊരു പോസിറ്റീവ് എനർജിയാണല്ലോ, അതാണ് നമ്മുടെ മാതൃക. മോഹൻലാൽ നടത്തിയത് നമ്മുടെ മനുഷ്യത്വത്തിനും നമ്മുടെ മലയാളികൾക്കും വളരെ അഭിമാനകരമായ മാതൃകാപരമായ സംഗതിയാണ്. അതിനെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ നോക്കി, ഇപ്പൊ ഞാൻ എന്റെ നാട് ആക്കോടാണ്. ആക്കോട് വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉസ്താദിന്റെ അടുത്ത് ഷീട്ട് വരും, ഇങ്ങനെ ഇന്ന ആളുകൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ദുആ ചെയ്യണമെന്ന്. അങ്ങനെ ദുആ ചെയ്യാൻ വരുന്നവരിൽ
ഹൈന്ദവ മതവിശ്വാസികളായിട്ടുള്ള അമ്മമാരുടെയൊക്കെ പേരുകൾ നിരന്തരം വായിക്കുന്നതാണ്. അവർക്ക് ഇന്ന ആഗ്രഹങ്ങളുണ്ട്, അവർക്ക് അത് പിന്നെ സാധിപ്പിച്ച് കൊടുക്കണേ എന്ന് പറയുമ്പോൾ പിറകിലുള്ള ഇസ്ലാം മത വിശ്വാസികൾ എല്ലാവരും ആമീൻ പറയുന്ന ഒരു എത്ര മനോഹരമായ കാര്യമാണ്. പ്രത്യേകിച്ച് മതങ്ങളെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന, മതത്തെയല്ല മതങ്ങളെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വല്ലാത്തൊരു പ്രവണത നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ്. യഥാർത്ഥത്തിൽ എല്ലാ മതവും വളരെ നല്ല കാര്യങ്ങളാണ് മനുഷ്യർക്ക് പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഇസ്ലാം മതത്തിൽ ഇപ്പൊ നമ്മളൊക്കെ നോമ്പ് പിടിച്ച് നോമ്പ് തുറന്നാണെങ്കിൽ ചർച്ചയ്ക്കിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോ ഇന്നിപ്പോ ഞാൻ ഈ വിഷയം എന്റെ നാട്ടിൽ ഉസ്താദുമായി സംസാരിച്ച് അദ്ദേഹം പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ തൊട്ട അയൽപ്പക്കത്ത് ഹൈന്ദവനോ ക്രൈസ്തവനോ മറ്റേതെങ്കിലും മതവിശ്വാസിയാണെങ്കിൽ അവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ, അവർക്ക് പട്ടിണിയോ മറ്റോ അനുഭവപ്പെട്ടാൽ അത് പരിഹരിക്കേണ്ട ബാധ്യത ഒരു ഇസ്ലാം മത വിശ്വാസി തീർത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസിയാവില്ല എന്നാണ്. അത് ഹൈന്ദവനോ ക്രൈസ്തവനോ ആരെങ്കിലും ആവട്ടെ അയൽവാസി, ആ രീതിയിൽ പഠിപ്പിക്കുന്ന മതങ്ങളെ കുറിച്ച് വികൃതമാക്കുന്ന പരാമർശങ്ങൾ നടത്തുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ വന്നിട്ടോ മറ്റോ റീച്ച് കിട്ടുന്നു. ഇതുപോലെ ചാനൽ ചർച്ചകൾക്ക് എടുക്കുമ്പോൾ സ്വാഭാവികം അത്തരം ആളുകൾ പരാമർശങ്ങൾ ചർച്ചയാകുന്നു, അത്തരം ആളുകളെ ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പൊ അത്തരം സംഗതികളെ നമ്മൾ പർവ്വതീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിന് പരിഹാരമായി ഇത് തോന്നുന്നത്. മോഹൻലാൽ നടത്തിയ കാര്യമാവട്ടെ, മമ്മൂട്ടി അതിനെ സ്വീകരിച്ച നിലപാടാവട്ടെ, മലയാളികൾ അതിനെ കയ്യടിച്ചതാവട്ടെ, ഇതൊക്കെ മാതൃകാപരമല്ലേ മഞ്ജുഷേ? ആർക്കാ ഇതിൽ തർക്കമുള്ളത്? ഇത് എത്ര മനോഹരമാണ്. ആ മോഹൻലാല് മമ്മൂട്ടിയോടുള്ള സ്നേഹം കൂടിയാണ് കാണിക്കുന്നത്. അവിടെ ഏത് ദൈവത്തെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്? ആ ദൈവത്തിന് അറിയാമല്ലോ. അപ്പൊ അത് ആ ദൈവത്തോട്, എന്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എന്റെ സഹോദരന്, എന്റെ സഹപ്രവർത്തകന് അത് ഗുണം നൽകണേ എന്ന് പറയുമ്പോൾ അതിൽ ആർക്കും ഒരു തെറ്റ് കാണാൻ പക്ഷേ കഴിയില്ല. ഓബ്ദുള്ള പറയുന്നത് ഇസ്ലാം മത വിശ്വാസിയായ ഒരാൾ അറിഞ്ഞുകൊണ്ട് തനിക്ക് വേണ്ടി മറ്റൊരു മതത്തിൽപ്പെട്ട ആളോട് പ്രാർത്ഥിക്കാൻ, അവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് അത് തെറ്റാണെന്നാണ്. അങ്ങനെയാണോ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്? അത് ശരിയാണോ? അത് താങ്കൾക്കറിയാമല്ലോ, താങ്കൾ ആ മതത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല ഞാൻ മതപരമായ ഫത്വ പറയാൻ ഞാൻ ആളല്ല. അത് പണ്ഡിതന്മാർ പറയേണ്ട വിഷയമാണ്. ഓബ്ദുള്ള അത് അത്ര എടുക്കാനാന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന് ഞാനുമല്ല, അതൊക്കെ പണ്ഡിതന്മാർ പറയുന്നു. മാത്രമല്ല പണ്ഡിതന്മാർ ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതൊക്കെ നമ്മൾ എന്തൊക്കെ സന്തോഷം നൽകുന്ന സംഗതി കൂടിയാണ്. മതം എന്ന് പറഞ്ഞാൽ സന്തോഷവും സമാധാനവും സഹവർത്തിത്വവും സ്നേഹവും സാഹോദര്യവും ഒക്കെ അല്ലേ? അവിടെ വിലങ്ങ് തടയാവുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യണം? ഒറ്റപ്പെടുത്തണം. അത് ഓർഡിനായാലും തിരക്കില്ല, വേറെ ആരായാലും തിരക്കില്ല. അദ്ദേഹം പറയേണ്ട സാഹചര്യത്തിലാണോ അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തെയും ഈ ചർച്ചയിൽ പാനലിസ്റ്റ് കണ്ടു, അദ്ദേഹം ഇതിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിനും ഒരുപക്ഷെ പറയാനുള്ള അവസരം നിങ്ങൾ കൊടുക്കല്ലോ, നമുക്കത് കേൾക്കല്ലോ. അദ്ദേഹം സംസാരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ആദ്യം സംസാരിക്കുമെന്ന് പറഞ്ഞിരുന്നു, അതിനുശേഷം എന്നെ വിളിച്ചു പറഞ്ഞു അദ്ദേഹം സംസാരിക്കുന്നില്ല എന്ന്. അപ്പൊ അദ്ദേഹത്തിന് അത് സംസാരിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ അഭിപ്രായം പറയാം. നമ്മൾ അഭിപ്രായം പറയാം. നമ്മൾ മനുഷ്യരെന്നുള്ള നിലക്ക്, മതവിശ്വാസികൾ എന്നുള്ള നിലക്ക്, പിന്നെ നമ്മൾ എന്താ പറയാ, നമ്മളെല്ലാവരെയും ഒരേപോലെ സാഹോദര്യത്തോടെ കാണണമെന്നുള്ള ആളുകൾ എന്നുള്ള നിലക്ക് സ്വാഭാവികമായും അത്തരം അനാവശ്യ പരാമർശങ്ങൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ആ സാഹചര്യം പിന്നെന്താ പറയാ, വളച്ചൊടിച്ച് ആരോ വിട്ടതാണോ മറ്റോ നമുക്കറിയില്ല. പക്ഷെ എന്തായാലും നിങ്ങൾ ഇപ്പൊ പരാമർശിച്ചിട്ടുള്ള ഈ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുള്ള സംഗതികളെ ഒരർത്ഥത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതില്ല, അത് അംഗീകരിക്കാൻ കഴിയുന്നതില്ല. അദ്ദേഹത്തെ ആരും വ്യാഖ്യാനിച്ചതായിട്ട് കാണുന്നില്ല. അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴും അദ്ദേഹം അക്കാര്യം നിഷേധിച്ചിട്ടില്ല. അദ്ദേഹം ഫേസ്ബുക്കിൽ നിന്ന് അത് മാറ്റിയിട്ടുണ്ട്. ശ്രീ പണിക്കർ, അങ്ങനെ ഒരു തെറ്റായ വ്യാഖ്യാനം അതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്ന് കരുതാനാവുമോ? ഇല്ല, നിശ്ചയമായിട്ടുമില്ല. കാരണം അത് വളച്ചൊടിച്ചതാണെന്നുള്ള ഒരു വ്യാഖ്യാനത്തിന് പോലും അർത്ഥമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയോ ഫയലാണത്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്ന മതശാസന അനുസരിച്ച് ഈ ഒരു കാര്യം എങ്ങനെയാണ് കുറ്റകരമാകുന്നത് എന്നും, അതുകൊണ്ട് തന്നെ മമ്മൂട്ടി അതെങ്ങനെയാണ് ഇതിലൊരു തെറ്റുകാരനാകുന്നത് എന്നും, എന്തുകൊണ്ടാണ് ഇസ്ലാം സമൂഹത്തിനോട് മമ്മൂട്ടി തന്നെ ഖേദപ്രകടനം നടത്തേണ്ടത് എന്നുമൊക്കെ തന്നെ മതശാസന അനുസരിച്ച് അദ്ദേഹം പറയുന്നു എന്നാണ് അത് കേൾക്കുമ്പോൾ തോന്നുന്നത്. അപ്പോൾ എനിക്കൊന്നും ഒരുപക്ഷെ അറബിക്കിലോ മറ്റോ ഉള്ള ചില പദപ്രയോഗങ്ങളൊക്കെ തന്നെ അദ്ദേഹം അതിൽ ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കുന്നതും വിശദീകരിക്കുന്നതും. അപ്പോൾ അതൊരിക്കലും വളച്ചൊടിക്കുന്ന ഒരു സാഹചര്യമല്ല. വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം അത് പറയുന്നുണ്ട്. തന്നെയുമല്ല, അതിൻ്റെ ഏതാനും വരികളാണ് അദ്ദേഹം ആ പോസ്റ്റിൽ ടെക്സ്റ്റായിട്ട് ചേർത്തിരുന്നതും. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യമെല്ലാം തന്നെ വിവാദമായ സമയത്ത് അദ്ദേഹം ആ പോസ്റ്റ് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ അത് അദ്ദേഹം ഹൈഡ് ചെയ്തു എന്ന് വെച്ചാൽ തന്നെ അർത്ഥം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ അതിലൊരു കൺവിക്ഷൻ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്നാണ്. അതല്ല എങ്കിൽ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നതിൽ അദ്ദേഹത്തിന് അങ്ങനെ പുതുമയുള്ള ആളൊന്നുമല്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന് കൺവിക്ഷൻ ഇല്ല എന്നും, അദ്ദേഹം ഒരുപക്ഷെ പ്രതീക്ഷിച്ചിരിക്കുന്ന പിന്തുണ ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നിന്ന് കിട്ടിയില്ല എന്നതിൻ്റെയും പേരിലാണ് അദ്ദേഹം ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത്. ഇനി അത് വളച്ചൊടിച്ചതാണ് എങ്കിൽ ആ കാര്യത്തിനെ പറ്റി മറ്റാരെങ്കിലും വളച്ചൊടിച്ചതാണ് എന്ന് പറയേണ്ടതാരാണ്? അദ്ദേഹം തന്നെയാണ്. അത് അദ്ദേഹം പറയാൻ തയ്യാറാകുന്നുണ്ടോ? ഇല്ല.
അപ്പോൾ മഞ്ജുഷ് പറഞ്ഞത് തന്നെ ഈ ചർച്ചയിൽ ഒരുപക്ഷെ സംസാരിക്കാമെന്ന് അദ്ദേഹം ആദ്യം മഞ്ജുഷിനോട് പറഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം അതിന് തയ്യാറല്ല എന്ന് പറയുന്ന സമയത്ത് മറ്റൊരാൾ വളച്ചൊടിച്ചതായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുമായിരുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി അദ്ദേഹം ഉപയോഗിക്കുന്നില്ല എന്ന് വെച്ചാൽ അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം, അദ്ദേഹം മതത്തിനെ മനസ്സിലാക്കിയിരിക്കുന്ന രീതി, ഇതൊക്കെ വെച്ച് തന്നെയുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ശ്രീ ഷാക്കിർ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് വിഘ്നേഷ് പുത്തൂർ എന്ന കളിക്കാരനെ പറ്റിയും അദ്ദേഹം എങ്ങനെയാണ് ഒരു ഉസ്താദിനെ ഓർത്തെടുക്കുന്നത്, എങ്ങനെയാണ് അഭിമാനത്തോടു കൂടി സംസാരിക്കുന്നത് എന്നതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നത് ശരിയാണ്. അത് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കേൾക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ, ഇപ്പോൾ ഹിന്ദു മതത്തിൽപ്പെടുന്ന ഒരാൾ വിഘ്നേഷ് ഒരു ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ഹിന്ദു മതത്തിലുള്ള ആരെങ്കിലും ഒരാൾ അത് ആ ഉസ്താദിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അതും ചർച്ച ചെയ്യപ്പെടും. അതേപോലെ തന്നെ ഇസ്ലാം മതത്തിലുള്ള ഒരാൾ, ഹിന്ദു മതത്തിൽപ്പെടുന്ന ഒരാൾ ഒരു ഇസ്ലാമിനെ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ പ്രകീർത്തിക്കേണ്ടതില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായം പറഞ്ഞാലോ, അതും നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെ മോശമായി ബാധിക്കുന്ന കാര്യമാണ്. അതും ചർച്ച ചെയ്യപ്പെടും. അതേപോലെ തന്നെ ഇവിടെ ഈ വിഘ്നേഷ് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ മൊത്തത്തിലുള്ള ജനപ്രീതി കൊണ്ട് തന്നെ മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി ഒരു വഴിപാട് നടത്തി എന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ചർച്ചയായതാണ്. മാധ്യമങ്ങളിലടക്കം ചർച്ചയായി, സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായി, പത്രങ്ങളിലടക്കം വാർത്ത വന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയം, വലിയ സാഹോദര്യത്തിൻ്റെ വലിയ സൗഹൃദത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടുന്ന ഒരു വിഷയം, അതിൽ മതം പോലും ഇല്ല എന്നോർക്കണം. പ്രത്യേകിച്ച് ശബരിമലയാണ്. ശബരിമലയിൽ എല്ലാ മതസ്ഥരായിട്ടുള്ള ആൾക്കാർക്കും അവിടെ വന്ന് തൊഴാവുന്നതാണ്. അങ്ങനെ നിരവധി ആൾക്കാർ അവിടെ വരാറുള്ളതുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഈ രീതിയിലത്തേക്കൊരു ദുർവ്യാഖ്യാനം അതിൽ കൊണ്ടുവരികയും അതിന് മതത്തിനെ കൂട്ടുപിടിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറബിക്കിലോ മറ്റോ ഉള്ള ചില മതശാസനകളൊക്കെ അതിനോടൊപ്പം പറയുകയും ഒക്കെ ചെയ്തതിന് ശേഷം മമ്മൂട്ടി അദ്ദേഹം അറിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടാണ് മോഹൻലാൽ തനിക്ക് വേണ്ടി ഈ വഴിപാട് കഴിച്ചത് എങ്കിൽ അദ്ദേഹം ഇവിടെയുള്ള ലാർജറായിട്ടുള്ള ഇസ്ലാം മത വിശ്വാസികളോട് മാപ്പ് പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്യപ്പെടും. ഓ അബ്ദുള്ള പറയുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. കാരണം ഓ അബ്ദുള്ള എന്ന് പറയുമ്പോൾ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പ്രതിനിധിയായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം ഇതിനു മുൻപ് നടത്തിയ പല പരാമർശങ്ങളും ആ രീതിയിലായിരുന്നു അല്ലേ? അതെ, പല പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിരുന്ന പല പരാമർശങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിവാദങ്ങൾക്ക് അന്യനായിട്ടുള്ള ഒരു വ്യക്തിയല്ല അദ്ദേഹം. ചാനൽ ചർച്ചകളിൽ പലപ്പോഴും പങ്കെടുക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള പല മതശാസനകളും പറഞ്ഞുകൊണ്ട് അതിന് ഒരുപക്ഷെ ഖുറാനിൽ നിന്നോ മറ്റ് ഹദീസുകളിൽ നിന്നോ ഒക്കെയുള്ള ഭാഗമൊക്കെ തന്നെ വ്യാഖ്യാനിച്ചുകൊണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ആ ഭാഷ അറിയില്ല. അപ്പോൾ ഒരുപക്ഷെ അറബിക്കിലോ മറ്റോ ഉള്ള പല മതശാസനങ്ങളും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന ഭാഗത്തിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നയാളാണ്. അത് എത്രത്തോളം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഓ അബ്ദുള്ള പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കാം. ഷാക്കിർ അന്നേരം ചർച്ചയിലില്ലായിരുന്നു, അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി കേൾക്കാം അബ്ദുള്ള പറഞ്ഞ വാക്കുകൾ. മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തോപ ചെയ്യണം, മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം. അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വളരെ ഗുരുതരമായൊരു വീഴ്ച മമ്മൂട്ടി എന്ന് പറയുന്ന അനുഗ്രഹീത സിനിമാ നടൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ശബരിമലയിൽ നടൻ മോഹൻലാൽ വഴിപാട് നേർന്നിരിക്കുന്നു എന്നാണ് വാർത്ത. ഇത് മമ്മൂട്ടി പറഞ്ഞേൽപ്പിക്കാതെ മോഹൻലാലിൻ്റെ വിശ്വാസമനുസരിച്ച് അദ്ദേഹം ചെയ്തതാണെങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണ്. അദ്ദേഹത്തെ ഒട്ടും തന്നെ വിമർശിക്കാൻ പാടില്ല. കാരണം മോഹൻലാലിൻ്റെ വിശ്വാസം അത്രത്തോളം ശബരിമല ശാസ്താവിനെ സംബന്ധിച്ച് അത്രത്തോളം വലുതാണ്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചിലത് ചെയ്തു എന്നേ കണക്കാക്കേണ്ടതുള്ളൂ. പക്ഷേ അദ്ദേഹം പറഞ്ഞ് ഏൽപ്പിച്ചാണ് അത് ചെയ്തതെങ്കിൽ അത് മഹാ അപരാധമാണ്. കാരണം ഇസ്ലാമിക ദൃഷ്ട്യ അള്ളാഹുവിനല്ലാതെ അള്ളാഹുവിന് മാത്രമേ വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അദ്ദേഹത്തോടെ അള്ളാഹുവിനോട് സഹായം തേടാൻ പാടുള്ളൂ. ഇതിനെല്ലാം ലംഘനമാണത്. പണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് വഹി ദിവ്യബോധന ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയത്തുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അഫറൈത്തുമില്ലാത്ത ഒരു ഉസ്സ മനാത്ത സാലിസത്തുൽ ഉഖ്റ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരാരാധിച്ചുകൊണ്ടിരിക്കുന്ന ജാലിയ അറബികൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ലാത്ത ഉസ്സയെ കണ്ടില്ലേ, മനാത്തെ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ശൈത്താൻ കടന്നു കൂടിയിട്ട് അതിൻ്റെ ഷഫായത്തുമില്ല തുർത്തജ, അവരുടെ ഷഫായത്ത് സംഭവ്യമാണ്, പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന രീതിയിൽ ശൈത്താൻ കടന്നു ഓതി റിപ്പോർട്ട് അനുസരിച്ച്. അപ്പോൾ അത് ഉടനെ തിരുത്തപ്പെട്ടു. അപ്പോൾ ഒരു നിലക്കും അത്തരത്തിലുള്ളതായ ലാത്തയാവട്ടെ ഉസ്സയാവട്ടെ ശബരിമല ശാസ്താവാവട്ടെ മറ്റാരാവട്ടെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ പങ്കു ചേർക്കാനോ
അതിന് വിരുദ്ധമായത് പ്രവർത്തിക്കാനോ എന്ത് കാരണത്താലും ശരിയല്ല. ഇവിടെ നമുക്ക് പിന്നെ ഇദ്ദേഹത്തിൽ നിന്ന് മമ്മൂട്ടിയിൽ നിന്ന് വിശദീകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് അദ്ദേഹം സമുദായത്തോട് വ്യക്തമാക്കണം. ഇല്ലെങ്കിൽ വലിയൊരു വ്യതിയാനമായി അത് കണക്കാക്കപ്പെടും. ഒരിക്കലും തന്നെ പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ അത് ഒരിക്കലും തന്നെ അനുവദിക്കാവുന്നതല്ല. മുസ്ലിം മതപണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഇടപെടണം. ഓക്കെ. ഇതാണ് ഒ അബ്ദുള്ളയുടെ വാക്കുകൾ. ഇപ്പോൾ ശ്രീ നാസർ ഫൈസി കൂടത്തായി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ നാസർ ഫൈസി കൂടത്തായി, ഈ അബ്ദുള്ള പറഞ്ഞതുപോലെയാണോ കാര്യങ്ങൾ? ഇസ്ലാം മതവിശ്വാസിയായ ഒരാൾ, അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി അദ്ദേഹത്തിൻ്റെ പേരിൽ ഹിന്ദുമത വിശ്വാസിയായ മറ്റൊരാൾ ശബരിമലയിൽ ഒരു വഴിപാട് നടത്തിയെങ്കിൽ അത് ഇസ്ലാം മതവിശ്വാസ പ്രകാരം തെറ്റാണോ? ആ വ്യക്തി മതവിശ്വാസികളോട് മാപ്പ് പറയണോ, തോപ ചെയ്യണോ? അല്ല, സ്വാഭാവികമായൊരു മുസ്ലിമിന്റെ വിശ്വാസം എന്ന് പറഞ്ഞത് ഏകദൈവ വിശ്വാസമാണ്. ആ ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമായി നിലപാട് ആര് സ്വീകരിക്കുന്നതും ഇസ്ലാമിക വിരുദ്ധമാണ്. മതപരമായി ഇസ്ലാമിക വിധി പ്രകാരം അത് തെറ്റാണ്. അതിന്റെ പ്രായശ്ചിത്തം അത് ചെയ്തിരിക്കണം. ഇവിടെ ഒരു വിവാദത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല. കാരണം മോഹൻലാല് മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാലിന്റെ വിശ്വാസപ്രകാരം വഴിപാട് നടത്തുകയോ പ്രാർത്ഥിക്കുകയോ മോഹൻലാലിന്റെ ദൈവങ്ങളോടോ ദൈവത്തോടോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നു. അത് മോഹൻലാലിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട മമ്മൂട്ടിയുടെ വിശ്വാസത്തിലേക്ക് അത് ബന്ധിപ്പിക്കേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. മമ്മൂട്ടിയുടെ അറിവോടെയാണോ മമ്മൂട്ടിയുടെ നിർദ്ദേശത്തോടു കൂടിയാണോ എന്ന് മമ്മൂട്ടി പറയാത്ത കാലത്തോളം മമ്മൂട്ടിയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അയാളുടെ പിന്നാലെ പോയി അതൊരു വിവാദത്തിലേക്ക് പോകേണ്ട യാതൊരു കാര്യമില്ല. അയാളുടെ അറിവോട് കൂടിയാണെന്നും ഞാൻ അത് പറഞ്ഞിട്ടാണ് മോഹൻലാൽ വഴിപാട് നടത്തിയത് എന്നും മമ്മൂട്ടി പറയുന്ന പക്ഷം അത് വിമർശനാത്മകമാണ്, അത് പ്രതിഷേധാർഹമാണ്. മതപരമായ വിധി പ്രകാരം അതിന് പരിഹാരം കാണേണ്ടതാണ്. അല്ലാത്ത കാലത്തോളം ഓരോ മതവിശ്വാസികളും അവരുടെ മതവിശ്വാസ പ്രകാരം അന്യർക്ക് വേണ്ടി അവരുടെ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ അത് ആർക്കാ വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അത് അവരതിന്റെ പേരിൽ വഴിചാരിയിട്ട് അവരെ കുറ്റപ്പെടുത്തി അതൊരു വിമർശിക്കുന്നതിന് കൊണ്ടുവരേണ്ട കാര്യം തോന്നില്ല. ഇത്തരം കാര്യങ്ങൾ ഒരു ചർച്ച പോലും ഒരു പ്രസക്തിയില്ല. അത് സിനിമ താങ്കൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അബ്ദുള്ളയുടെ വാക്കുകൾ തന്നെയാണല്ലോ താങ്കളും പറയുന്നത്. മമ്മൂട്ടിയുടെ അറിവോടെയാണെങ്കിൽ അതൊരു മതവിധിയുടെ രൂപത്തിൽ തന്നെ താങ്കൾ പറയുകയാണല്ലോ അത് ഇസ്ലാം മതവിശ്വാസത്തിന് എതിരാണ് എന്ന്. അതായത് പ്രായശ്ചിത്തം ചെയ്യണമെന്നാണല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്നത്. മുസ്ലിം മതവിശ്വാസി ആരും തന്നെ മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമോ മമ്മൂട്ടിയോടെയോ ആണെങ്കിൽ ഞാനിവിടെ മനസ്സിലാക്കിയോടെയാണോ പ്രകാരമാണ് വിവാദത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു മതസ്പർദ്ധ പോലുള്ള വിധത്തിലേക്ക് ഇത്തരം വ്യക്തികളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ചർച്ച കൊണ്ടുവരേണ്ട യാതൊരു പ്രസക്തിയുമില്ല. മോഹൻലാലിന്റെ വിശ്വാസപ്രകാരം മോഹൻലാൽ വഴിപാട് നടത്തുന്നു. അത് മമ്മൂട്ടിയുടെ വിശ്വാസം ഉണ്ടാവാതിരിക്കട്ടെ. മമ്മൂട്ടി ഇതിലേക്ക് കൊണ്ടുവന്ന അയാളുടെ ദൈവവിശ്വാസത്തെ അവരുടെ മതവിശ്വാസത്തെ ഇതിലേക്ക് വിവാദത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. മമ്മൂട്ടിയുടെ അറിവോട് കൂടിയാണെങ്കിലും എന്താണ് കുഴപ്പം? മമ്മൂട്ടിയുടെ അറിവോട് കൂടിയാണെങ്കിൽ മമ്മൂട്ടിയുടെ മതവിശ്വാസ പ്രകാരം അത് അനുവദിക്കുന്നില്ല. അത് മമ്മൂട്ടിക്കല്ലേ പ്രശ്നം ഉണ്ടാവും. മോഹൻലാലിനല്ലല്ലോ, മമ്മൂട്ടിക്കല്ലേ അനുവദിക്കാത്തത്. മമ്മൂട്ടിയെ സംബന്ധിച്ച മോഹൻലാലിന്റെ വിശ്വാസപ്രകാരം മോഹൻലാൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് മമ്മൂട്ടിയിലേക്ക് ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം മമ്മൂട്ടി വഴിപാട് നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മമ്മൂട്ടി പറയാത്ത കാലത്തോളം അല്ല, അതാണ് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കുഴപ്പം? ഇപ്പോൾ താങ്കളുടെ വാക്കും ഒ അബ്ദുള്ളയുടെ വാക്കും ഒരേപോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ ചർച്ചയിൽ ഇരിക്കുന്ന എല്ലാവർക്കും മമ്മൂട്ടി പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ മമ്മൂട്ടി ഒരു ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ ഇസ്ലാം മതപ്രകാരം അത് തെറ്റാണ്. മമ്മൂട്ടി പറഞ്ഞു ചെയ്തതാണെങ്കിൽ മമ്മൂട്ടിയുടെ അറിവോടെയാണെങ്കിൽ മമ്മൂട്ടി ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിൽ അത് മമ്മൂട്ടി ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ ഇസ്ലാം മത വിശ്വാസ പ്രകാരം തെറ്റാണ്. അല്ല, ഷാക്കിറിന്റെ അഭിപ്രായം എന്താണ്? ഷാക്കിർ, പല ഇസ്ലാം ഉണ്ടോ? ഓരോരുത്തർക്ക് ഓരോ ഇസ്ലാം ഉണ്ടോ? ഒറ്റ ഇസ്ലാമല്ലേ ഉള്ളൂ? ഇതേ കാര്യങ്ങൾ പിന്തുടരുന്ന വിശ്വാസിയായിട്ടുള്ള ഷാക്കിർ പറയുന്നത് കുഴപ്പമില്ലെന്നല്ലേ? അല്ല, അങ്ങനെയല്ല. ഞാൻ ഒരു പോയിന്റ് അങ്ങനെയാണ് ശ്രീത് ചോദിച്ച പ്രസക്തമായ കാര്യമാണ്. ശ്രീത് ചോദിച്ചത് തന്നെയാണ് അതിനുള്ള മറുപടി. ഇവിടെ ഷാക്കിർ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്ന്. പക്ഷെ താങ്കൾ അതിനൊരു മതവിധി ആയിട്ട് തന്നെ പറയുകയാണല്ലേ ഇക്കാര്യങ്ങൾ? അല്ല, ഈ മതവിധി ഇതിൽ മതവിധി കൊണ്ടുവന്നു മോഹൻലാലിനെയും മമ്മൂട്ടിയെയും രണ്ട് മതത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്തൊരു മതസ്പർദ്ധ ഉണ്ടാക്കേണ്ട യാതൊരു കാര്യം ഇതിനകത്തില്ല. അവർ പരസ്പരം അഭിനയിക്കുകയും അവരുടെ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഷാക്കിർ, യൂത്ത് ലീഗിന്റെ പ്രതിനിധി ഷാക്കിറാണ് സംസാരിക്കുന്നത്. ഒരു സെക്കൻഡ് നാസർ ഫൈസി. ഷാക്കിർ പറയട്ടെ. എന്റെ വാദം ദയവ് ചെയ്തിട്ട് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞു മതപരമായ വിഷയത്തിൽ ഫത്വ പറയും ഞാനാണ്. നാസർ ഫൈസി പണ്ഡിതനാണ്. ഞാൻ എന്നെയും ഒന്നും നിങ്ങൾ പണ്ഡിതന്മാരെ കൂട്ടത്തിൽ കൂട്ടരുത്. അബ്ദുള്ള വേറെ രേഖയിൽ മിടുക്കനായിരിക്കാം, പക്ഷെ മതപരമായ എല്ലാവരും ഒരുപോലായി, എല്ലാവരും ഒരു പക്ഷത്തായി.
നോക്കിയിട്ട് മതത്തിന് ഒരേ കാഴ്ചപ്പാടുള്ളൂ. പക്ഷെ ഇത് വിഷയമാക്കേണ്ട, വിവാദമാക്കേണ്ട ഒരു വിഷയമല്ല. നാസർ ഫൈസി കൃത്യമായി പറഞ്ഞു, മോഹൻലാലിന്റെ അദ്ദേഹം താല്പര്യപ്രകാരം ചെയ്താൽ ആർക്കാണ് എന്താണ് തെറ്റ്, എന്താ കുഴപ്പം, അതിൽ ആർക്കാ പ്രയാസം? അല്ല, ഞങ്ങൾ ചോദിക്കുന്നത് അതല്ല, മമ്മൂട്ടിയുടെ താല്പര്യപ്രകാരമാണ് ചെയ്തതെങ്കിലും എന്താണ് തെറ്റെന്നാണ്. ഓ അബ്ദുള്ളക്ക് എതിരഭിപ്രായം ഇല്ലല്ലോ. അല്ല മോഹൻലാലിന്റെ വ്യക്തിപരമായ താല്പര്യപ്രകാരം ചെയ്തതാണെങ്കിൽ അതിൽ ഓ അബ്ദുള്ളക്കും വ്യത്യാസമില്ല അഭിപ്രായം. അല്ല, മഞ്ജുഷ് ഒരു കാര്യം പറഞ്ഞോട്ടെ. അല്ലല്ല, അങ്ങനെയല്ല. ദൈവശാസ്ത്രം പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനുമായ ദൈവശാസ്ത്രം പഠിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പറയാം. ഇത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, മമ്മൂട്ടിയുടെ അറിവോടുകൂടി ചെയ്തു, അതിന് ഇസ്ലാമിൽ പ്രശ്നമില്ല എന്ന് പറയാൻ കാരണം, രോഹിംഗ്യകൾക്ക് വേണ്ടി പോപ്പ് ഫ്രാൻസിസ് പ്രാർത്ഥിച്ചല്ലോ. ഏതെങ്കിലും മുസ്ലിം പറഞ്ഞോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടെന്ന്? റോഹിംഗ്യൻ മുസ്ലിം അഭയാർത്ഥികളിൽ ഞാൻ യേശുക്രിസ്തുവിന്റെ മുഖം കാണുന്നു എന്ന് പറഞ്ഞ് പോപ്പ് ഫ്രാൻസിസും, ആ രോഹിംഗ്യകളിൽ ബുദ്ധന്റെ കരുണയും ബുദ്ധന്റെ സാമീപ്യമാണ് കാണുന്നു എന്ന് പറഞ്ഞ് ദലൈലാമ പ്രാർത്ഥിച്ചു. രോഹിംഗ്യകളെ വേട്ടയാടിയപ്പം പ്രാർത്ഥിക്കാൻ പോപ്പ് ഫ്രാൻസിസ് വത്തിക്കാനിൽ നിന്നെത്തി. ഇവിടെ ഒറ്റ ചോദ്യമേ ഉള്ളൂ രാഹുൽ. ശ്രീ നാസർ ഫൈസി കൂടത്തായി അദ്ദേഹം വ്യക്തമാക്കിയത്, മമ്മൂട്ടിയുടെ ആവശ്യപ്രകാരമാണ് മോഹൻലാൽ ഉഷപൂജ നടത്തിയതെങ്കിൽ അത് മമ്മൂട്ടി അങ്ങനെ ചെയ്തുകൂടായിരുന്നു എന്നാണ് നാസർ ഫൈസി കൂടത്തായി പറയുന്നത്. അതാണ് മതത്തിന്റെ വിശ്വാസം എന്ന്. ശ്രദ്ധിച്ച് കേൾക്കണം. കാര്യം, നമ്മൾ ഹിന്ദുക്കളെ പോലെ ഒരു റിലീജിയസ് ഫ്രെയിംവർക്ക് സംശയത്തിന് മറുപടി കൂടി താങ്കൾ പറഞ്ഞോളൂ, ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ്. അല്ലല്ല, ഒരു വരി കൂടെ കഴിഞ്ഞ് കാര്യം, അങ്ങനെ മുസ്ലിങ്ങളോട് പിൻ പോയിന്റ് ചെയ്ത് ചോദിച്ചാൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഏകദൈവ വിശ്വാസമുണ്ട്. നമ്മൾ ഹിന്ദുക്കൾക്ക് ഏകദൈവ വിശ്വാസത്തിന്റെ ഫ്രെയിംവർക്ക് അല്ല. അതായത് ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് യഹോവയും മുസ്ലിം സഹോദരങ്ങൾക്ക് അൽ ഇലാഹ് എന്ന അള്ളാഹുവും, അല്ലെങ്കിൽ ജൂതന്മാർക്ക് യഹോവയും അടക്കം ഒരു ഏകദൈവ വിശ്വാസമുണ്ട്. അവരുടെ പുസ്തകവും കിതാബും പ്രകാരം തന്നെ അവർക്ക് മതപരമായ ചില രാഹുൽ താങ്കളിലേക്ക് വരാം. നാസർ ഫൈസി പറയട്ടെ കാര്യങ്ങൾ. നാസർ ഫൈസി പറയട്ടെ. ഇതിൽ മമ്മൂട്ടിയുടെ അറിവോട് കൂടി എന്ന് പറയുമ്പോൾ അതിന് രണ്ട് നിലപാടുണ്ട്. ഒന്ന്, മമ്മൂട്ടി അറിഞ്ഞുകൊണ്ട് നിർദ്ദേശിച്ച പ്രകാരമോ സമ്മതിച്ച പ്രകാരമോ ആണെങ്കിൽ അത് മതപരമായ വിധിക്കെതിരാണ്. മറ്റൊന്ന്, മമ്മൂട്ടിയുടെ അറിവോടെ ആണെങ്കിൽ തന്നെ അവിടെ മോഹൻലാലിന്റെ വിശ്വാസപ്രകാരം മോഹൻലാലിന് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് മോഹൻലാലിന്റെ വിശ്വാസമാണ്. അതിൽ ഇടപെടാൻ മമ്മൂട്ടി തയ്യാറുമാകുന്നില്ല. അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ലാന്ന് മമ്മൂട്ടി കരുതിയാൽ അത് മമ്മൂട്ടിന്റെ വിശ്വാസത്തിന് എതിരാകുന്നില്ല. അറിവോട് കൂടി എന്ന് പറയുന്നതിന് കൃത്യമായ വിവക്ഷ ആവശ്യമാണ്. അറിവ് സമ്മതിച്ചു കൊടുത്തുകൊണ്ട് നിർദ്ദേശപ്രകാരം ചെയ്തതാണെങ്കിൽ അത് മമ്മൂട്ടി വിശ്വാസത്തിന് ബാധിക്കും. മറിച്ച് മോഹൻലാലിന്റെ വിശ്വാസപ്രകാരം അദ്ദേഹത്തിന്റെ ദൈവത്തോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നത്, വഴിപാട് നടത്തുന്നത്, അത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. ഞാനതിൽ ഇടപെടേണ്ട കാര്യമില്ല. അതിൽ മോക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ, അതിൽ രോഗശമനം കിട്ടുന്നുണ്ടെങ്കിൽ ഞാനതിൽ അനുഭവിക്കുക എന്നല്ലാതെ മമ്മൂട്ടിക്ക് അതിൽ അതിർത്തിപ്പെടേണ്ട യാതൊരു കാര്യമില്ല. വിശ്വാസപ്രകാരം തെറ്റുമാകുന്നില്ല. നിർദ്ദേശിക്കുകയും സമ്മതിക്കുകയും ഒക്കെ ചെയ്യുന്ന പക്ഷത്ത് മാത്രമേ വിശ്വാസത്തിന്റെ കാര്യം ചർച്ച വരുന്നുള്ളൂ. അല്ലാത്ത കാലത്തോളം മോഹൻലാൽ ചെയ്തതിനെ മമ്മൂട്ടിക്ക് ഒരു വിമർശനാത്മകമായി കാണുകയോ പ്രതിഷേധിക്കുകയോ അനിഷ്ടകരമായി മമ്മൂട്ടി പറയുകയോ ചെയ്യേണ്ട കാര്യമില്ല. അവർ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളൊക്കെ നിലനിൽക്കട്ടെ. മതത്തിന്റേതായ വഴിയിൽ പോകട്ടെ. ശരി, ഒരു സെക്കൻഡ് താങ്കളുടെ ടെലിഫോൺ ലൈനിൽ തുടരും. ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ശ്രീജിത്ത് പണിക്കർ, ഈ പ്രസ്താവനയെ കാണുന്നത് സമസ്തയുടെ നിലപാട് കൂടിയാണിത് കേട്ടോ. ശ്രീജിത്ത് പണിക്കർ. അല്ല, ശ്രീ മഞ്ജുഷ്, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. സംസാരിച്ചു വന്നപ്പോൾ മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഒരു പക്ഷത്തേക്ക് മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് എന്റെ ചോദ്യം. ആദ്യം ഒ അബ്ദുള്ളയെ വിമർശിച്ച് ഒ അബ്ദുള്ളയ്ക്ക് ഇത് പറയേണ്ടുന്ന ആവശ്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ മതശാസനം മറ്റുള്ളവരാണ് പറയേണ്ടത് എന്നും അത്തരത്തിലുള്ള സംഘടനകളാണ് പറയേണ്ടത് എന്നും ഒക്കെ പറഞ്ഞു. ശ്രീ ഷാക്കിർ തന്നെ ഇവിടെ പറഞ്ഞത്, ആദ്യം ഒരു സെക്കൻഡ് ഷാക്കിർ, അങ്ങ് പറഞ്ഞ വാദത്തിലേക്ക് ഞാൻ വരികയാണ്. ശ്രീ ഷാക്കിർ തന്നെ ഇവിടെ സംസാരിച്ചപ്പോൾ ഒ അബ്ദുള്ളയുടേത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശമാണ് എന്നും അദ്ദേഹം ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ആളല്ല, അതുകൊണ്ട് തന്നെ അതിന് വലിയ സീരിയസ്നെസ് കൊടുക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. ഇപ്പം നാസർ ഫൈസി സംസാരിച്ചു. അദ്ദേഹം ആരുടെ ഭാഗമാണ്, എന്തിന്റെ ഭാഗമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇപ്പോൾ ഒ അബ്ദുള്ള പറഞ്ഞിരിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിന് മുകളിലേക്കാണ് ശ്രീ നാസർ ഫൈസി കൂടത്തായി അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടുള്ള ഒരാൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം എന്ന് വെച്ചാൽ അതാണ് മതശാസന എന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ വീണ്ടും റെലവെന്റ് ആണ്. ഈ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള ബന്ധത്തിലോ ഒരാളിന്റെ വ്യക്തിപരമായിട്ടുള്ള മതവിശ്വാസത്തിലോ ഈ ലാർജർ കമ്മ്യൂണിറ്റിക്ക് എന്താണ് താല്പര്യം? മറ്റുള്ള ആൾക്കാർക്ക് ഞാൻ ചോദിക്കട്ടെ, ഒരാളിന് ദേഹസൗഖ്യമില്ല എന്ന് കരുതിക്കൊള്ളൂ. ദേഹസൗഖ്യമില്ലാത്ത ഒരാളിന് വേണ്ടി നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നു മെഡിക്കലായിട്ട്. പിന്നെ വിശ്വാസപരമായിട്ട് വിവിധ ആൾക്കാർ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി, 100 കൂട്ടം പ്രയോറിറ്റീസ് ആ സമയത്തുള്ള ഒരു വ്യക്തി, അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ സമുദായത്തിലുള്ള ആൾക്കാരോട് മാപ്പ് പറയുന്നു എന്നൊരു മനുഷ്യനോട് പറയാനായിട്ടുള്ള എന്ത് മനുഷ്യത്വമാണ് നിങ്ങൾക്കുള്ളത്? ശരി, നാസർ ഫൈസി കൂടത്തായി, മമ്മൂട്ടിയുടെ അറിവോട് കൂടിയാണ് ഉഷപൂജ നടത്തിയതെങ്കിൽ മമ്മൂട്ടി മാപ്പ് പറയണമെന്നാണ് ഒ അബ്ദുള്ള പറഞ്ഞത്. താങ്കളും ആ നിലപാടുകാരനാണോ?
അല്ല, ഈ നേരത്തിന് ഞാൻ മമ്മൂട്ടിക്ക് വേറെ പറഞ്ഞത് ജോലിയൊന്നുമില്ല, വ്യക്തമായി ഇതാണോ ചെയ്യേണ്ടത്? ഇതാണോ മമ്മൂട്ടിയുടെ അദ്ദേഹത്തിന്റെ അറിവോട് priority list? കൂടിയാണെങ്കിൽ എന്ന് പറഞ്ഞതിന് വിവക്ഷ ആവശ്യമാണ്. ഒരു കാര്യം അറിഞ്ഞു എന്നതുകൊണ്ട് മമ്മൂട്ടി അതിന് സമ്മതം കൊടുത്തു, അല്ലെങ്കിൽ മമ്മൂട്ടി ആ വിശ്വാസിയാണ്, മമ്മൂട്ടിക്ക് അതിൽ താല്പര്യമുണ്ട് എന്നതിന് അർത്ഥമില്ല. മോഹൻലാലിന്റെ വിശ്വാസപ്രകാരം ചെയ്തു, അതുകൊണ്ട് ഞാൻ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. അത് അദ്ദേഹത്തിന്റെ സമാധാനമാണ്. അതിൽ എന്തെങ്കിലും മോക്ഷം കിട്ടുന്നെങ്കിൽ അയാളുടെ വിശ്വാസപ്രകാരം കിട്ടട്ടെ എന്ന് വിശ്വാസപ്രകാരം മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടൊരു തെറ്റില്ല. മമ്മൂട്ടി അറിവോട് കൂടിയാണെങ്കിൽ പോലും തെറ്റില്ല. പക്ഷെ മമ്മൂട്ടി അറിഞ്ഞ് അത് നിർദ്ദേശിക്കുകയും സമ്മതിക്കുകയും ചെയ്തു, എനിക്കും ആ വിശ്വാസമുണ്ട് എന്ന വിശ്വാസപ്രകാരമാണ് മോഹൻലാൽ ചെയ്യുന്നതിനെ മമ്മൂട്ടി പിന്തുണക്കുന്നതെങ്കിൽ മതപരമായി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അത് തെറ്റാണ്. അപ്പോ മമ്മൂട്ടിയുടെ അറിവോട് കൂടി എന്നത് എന്താണെന്ന് വിവക്ഷിക്കപ്പെടേണ്ടതുണ്ട്. രണ്ടും രണ്ട് ലൈനിൽ കാണണം. ഇത് തന്നെയാണ് ഓ അബ്ദുള്ള പറഞ്ഞതും. ഓ അബ്ദുള്ള പറഞ്ഞത് ഇത് തന്നെയാണ്. സെയിമാണ് ഓ അബ്ദുള്ള പറഞ്ഞത്. സെയിമാണ് ഓ അബ്ദുള്ള പറഞ്ഞത്. വേണമെങ്കിൽ ഒരു തവണയോട് കേട്ട് നോക്കൂ. നാസർ ഫൈസി കൂടത്തായി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഓ അബ്ദുള്ളയും പറഞ്ഞത്. ഒരു സംശയവുമില്ല. ഒരു സംശയം എനിക്കുമില്ല. രാഹുലിന് സംശയം കാണും. ആ സംശയം ഇവിടെ ചോദിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ട്. കൃത്യമായിട്ടും അത് തന്നെയാണ് നാസർ ഫൈസിയും പറഞ്ഞത്. എന്നിലേക്ക് വന്നില്ലല്ലോ, ഇടയ്ക്ക് പോയി. ഞാൻ ഒരു വരി പറഞ്ഞോട്ടെ. ദയവായിട്ട് മമ്മൂട്ടിക്കെതിരെ സമസ്ത പോലുള്ള വാർത്തകൾ ബ്രേക്കിംഗ് ആയി കൊടുക്കരുത്. അങ്ങനെയല്ല. അതായത് ഇസ്ലാം മതവിശ്വാസികൾക്കും ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കും ജൂതന്മാർക്കും ഏകദൈവ ആരാധന എന്ന് പറയുന്ന അവരുടെ വിശ്വാസ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനും മറ്റും ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ ബഹുമാനിക്കണം. അതിനർത്ഥം മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടെന്നല്ല. അവിടെയാണ് ശ്രീ നാസർ ഫൈസി കൂടുതലായ പോലെ വളരെ മുതിർന്ന എല്ലാവരും ആദരിക്കുന്ന ഒരു പണ്ഡിതൻ കുറെ കൂടെ കൃത്യമായ വാക്കുകൾ ഉപയോഗിക്കണമായിരുന്നു. മമ്മൂട്ടി അറിഞ്ഞുകൊണ്ട് പോയതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ മമ്മൂട്ടി നിർദ്ദേശിക്കുന്നത് അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഒരു വ്യതിയാനമാണ്. കാരണം നമ്മൾ ഹിന്ദുക്കളുടെ ഫ്രെയിംവർക്ക് അല്ല അവർക്കുള്ളത്. ഇത് ക്രിസ്ത്യാനികൾക്കും ഈ പ്രശ്നമല്ല, പ്രത്യേകതയുണ്ട്. മുസ്ലിങ്ങൾക്കും ഈ പ്രത്യേകതയുണ്ട്, ജൂതന്മാർക്കും ഈ പ്രത്യേകതയുണ്ട്. കാര്യം അവരിൽ ഏകദൈവ വിശ്വാസം എന്നുള്ളത് വളരെ ശരി. അതായത് നാസർ ഫൈസി കൂടത്തായി സമസ്തയുടെ നിലപാടായിട്ട് ഇവിടെ പറഞ്ഞത് മമ്മൂട്ടി നിർദ്ദേശിച്ച് ഈ ഉഷപൂജയിൽ തനിക്കും വിശ്വാസമുണ്ട്, അതുകൊണ്ട് ലാൽ താങ്കൾ ചെയ്തുകൊള്ളൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് മതവിശ്വാസ പ്രകാരം എന്നാണ് നാസർ ഫൈസി കൂടത്തായി ഇവിടെ പറഞ്ഞത്. തെറ്റുണ്ടെങ്കിൽ നാസർ ഫൈസിക്ക് തിരുത്താം. ഓ അബ്ദുള്ള പറഞ്ഞു ഇത് തന്നെയാണ്. വിനു, സംശയമുണ്ടോ? ഞാൻ അതായത് വളരെ ചെറുപ്പത്തിലേ തൊട്ട് മമ്മൂക്കയൊക്കെ കണ്ട് വളർന്ന ഒരാളാണ് ഞാൻ. പണ്ട് മദ്രാസിൽ ഏത് പടത്തിൻ്റെയും പൂജ നടക്കുന്നത് AVM സ്റ്റുഡിയോയിലെ ഗണപതിയുടെ മുമ്പിൽ വെച്ചാണ്. അന്ന് ഇവരെല്ലാവരും ആ പൂജയ്ക്ക് പങ്കെടുക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. നോക്കൂ, കലാകാരന് ഒരു മതത്തിൻ്റെയും സ്വത്തല്ല. ഇപ്പോൾ നമ്മളൊരു മോഹൻലാലിനെ പറയുന്നില്ലേ, ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനിയായാലും ഹിന്ദു ആയാലും മുസൽമാന്മാരും മമ്മൂക്ക എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം, ഒരു കുഴപ്പവും വരരുതെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഹൃദയത്തിലാണ്. അത് ക്ഷേത്രത്തിൽ തന്നെ പോകണമെന്നൊന്നുമില്ല. ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്കൊക്കെ, കാരണം ഒരു വലിയ കലാകാരനാണ്, വലിയ പ്രായവും ആയിട്ടില്ല. വലിയ പ്രായം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ മമ്മൂക്കയെ സംബന്ധിച്ചോളം. ഒരു 100 കോടിയുടെ പ്രോജക്റ്റിൽ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം സുഖം പ്രാപിച്ച് തിരിച്ചു വരട്ടെ, അതിനുവേണ്ടി മോഹൻലാൽ പ്രാർത്ഥിച്ചെങ്കിൽ അത് നല്ലതെന്ന് പറയാനുള്ളതിന് ഇപ്പൊ ഇതിനെ ആരുടെ അറിവോടെയാണ്, ആരുടെ നിർദ്ദേശപ്രകാരമാണോ ഒക്കെ എന്തിനാണ് ഇത്തരത്തിലുള്ള മതശാസ്ത്രയും മതവിധികളും പുറപ്പെടുവിക്കുന്നത്? നാസർ ഫൈസി കൂടത്തായി ടെലിഫോൺ ലൈനിൽ ഉണ്ടെങ്കിൽ മതവിധി പുറപ്പെടുവിക്കുന്നില്ലല്ലോ. മമ്മൂട്ടിയുടെ ജീവിത രക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഓരോ മതവിശ്വാസിയും അവരുടെ മതവിശ്വാസ പ്രകാരം ആചാരങ്ങൾ നടത്തിയാൽ മമ്മൂട്ടി അതിൽ അതൃപ്തി പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. അത് അവരുടെ വിശ്വാസമാണ്. മോഹൻലാലിന്റെ വിശ്വാസപ്രകാരം ചെയ്തു, മമ്മൂട്ടിക്ക് അത് അതൃപ്തിയില്ല. ഇതിന്റെ ചർച്ച ചെയ്യേണ്ട കാര്യം മമ്മൂട്ടി നിർദ്ദേശിച്ചുകൊണ്ട് ചെയ്യാൻ ഒരിക്കലും സാധ്യതയില്ല. കാരണം മമ്മൂട്ടിയുടെ മതവിശ്വാസ പ്രകാരമല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു കാര്യം മമ്മൂട്ടി നിർദ്ദേശിക്കില്ല. മോഹൻലാലിന്റെ വിശ്വാസപ്രകാരം അനുകൂലമാണ്. അത് ചെയ്യുന്നതുകൊണ്ട് മമ്മൂട്ടിക്ക് വിരോധവുമില്ല. അങ്ങനെ മോഹൻലാലും മമ്മൂട്ടിയും സൗഹൃദത്തോടുകൂടി പോകുന്നതിന് എന്താണ് വിരോധം? കലാകേരളത്തിന് യാതൊരു വിരോധവുമില്ല. പിന്നെ സിനിമയിൽ അഭിനയിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ അത് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വിശ്വാസമുണ്ടെങ്കിലേ അത് ബാധകമാകുന്നുള്ളൂ. ഇവിടെ ഒറ്റ ചർച്ചയുടെ പ്രസക്തിയേ ഇല്ല. ഞാൻ പറയുന്നത് വളരെ കൃത്യമായി മമ്മൂട്ടിയുടെ രോഗം സുഖപ്പെടാൻ വേണ്ടി ആരോടും സഹായം തേടും. ആ സഹായം തേടപ്പെടുക അല്ലെങ്കിൽ ആഗ്രഹിക്കുകയോ ചെയ്യും. ആ ആഗ്രഹപ്രകാരം മോഹൻലാൽ സഹായിക്കാൻ കഴിയുന്നത് മോഹൻലാലിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയലാണ്, അല്ലെങ്കിൽ മറ്റൊരു സഹായിക്കുകയാണ്. അതിലൊരു സഹായമാണ് മോഹൻലാലിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അത് മമ്മൂട്ടി വിരോധമായി പുലർത്തേണ്ട കാര്യമില്ല. അതിൽ മോഹൻലാൽ സായുജ്യം അടിയുമ്പോൾ മമ്മൂട്ടിക്ക് വിരോധം വെച്ച് പുലർത്തുന്ന ഒരു കാര്യമില്ലാത്ത കാലത്തോളം മറ്റു മതവിശ്വാസികൾക്കോ കേരളത്തിലോ അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇതൊരു ചർച്ച കൊണ്ടുവരുന്നതിന് പ്രസക്തിയില്ലാതെ പ്രതിഷേധിക്കേണ്ട കാര്യമില്ല. അല്ലല്ല ഈ രീതിയിലാണെങ്കിൽ ചർച്ച ചെയ്യേണ്ടി വരും. ഷാക്കിർ, നേരത്തെ ഓ അബ്ദുള്ള ഇത് പറഞ്ഞ സമയത്ത് താങ്കൾ പറഞ്ഞിരുന്നു അബ്ദുള്ളയെ പോലെയുള്ള ഒരാൾക്ക് പറയാൻ കൊള്ളുന്ന വാചകമല്ല, സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലാണ് സംസാരമെന്ന്. നാസർ ഫൈസി കൂടത്തായി പറഞ്ഞപ്പോൾ അതിൽ എന്താണ് മാറ്റമുള്ളത് ശ്രീ ഷാക്കിർ? അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എനിക്ക് ഈ ചർച്ച എടുത്തത് സങ്കടം വരുന്നുണ്ട്.
അതായത് ഇതിൽ പങ്കെടുക്കണമായിരുന്നു എന്നൊരു സംശയം കൂടി വരികയാണ്. കാരണം രാഹുൽ ഈശ്വർ ചില സംഗതികൾ വ്യക്തമാക്കി തരുന്നുണ്ട്. മുൻധാരണയോടുകൂടെ നിങ്ങൾ ഇതിനെ സമീപിക്കരുത്. ഇപ്പൊ തന്നെ നിങ്ങൾ കൊടുക്കുന്ന ഒരു സ്ക്രീനിൽ വരുന്ന സംഗതിയുണ്ട്, സമസ്ത മമ്മൂട്ടിക്കെതിരെയാണ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്നോടൊരു അഭിപ്രായം ചോദിച്ചാൽ ലീഗ് എന്താ പറഞ്ഞു ദയവായിട്ട് കൊടുക്കരുത്. അതേപോലെ ഇപ്പൊ നാസർ പൈസി കൂടത്തായി ഒരു സമസ്തയോട് കൂടി ഒരു സെക്കൻഡ്, മമ്മൂട്ടിയുടെ അറിവോടെയെങ്കിൽ തെറ്റെന്നല്ല, മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമെങ്കിൽ തെറ്റെന്നാണ്. അല്ല, അത് തിരുത്തുന്നു. മമ്മൂട്ടിയുടെ അറിവോടെയാണെങ്കിൽ എന്ന് പറയുന്നത് തെറ്റാണ്, മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ തെറ്റെന്നാണ്. അതായത് ഈ തെറ്റ് ശരിയെന്ന് പറയുന്ന ഒരു കാര്യം എവിടുന്ന് അത് തീരുമാനിക്കുന്നതല്ലോ. ഇപ്പൊ ശ്രീജിത്തിനോടും മഞ്ജുഷിനോടും പറയാനുള്ളത്, അല്ല, ഞങ്ങൾ പറഞ്ഞതല്ല, ഞങ്ങൾ പറഞ്ഞ കാര്യമല്ല, മതപണ്ഡിതർ പറയുന്ന കാര്യമാണ്, ഇസ്ലാം മതപണ്ഡിതർ പറഞ്ഞ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഒരു മിനിറ്റ്, അല്ല ഒ അബ്ദുള്ളയെ തിരുത്തേണ്ടത് മതപണ്ഡിതരാണല്ലോ, തിരുത്തിയില്ല എന്നാണ്. ഒരു മിനിറ്റ് നിങ്ങൾ പറയാൻ സമ്മതിക്കും മഞ്ജുഷേ, പ്ലീസ്. അതായത് നമ്മൾ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി നമ്മൾ അനാവശ്യമായി ഈ മതങ്ങൾക്ക് മേലെ കുതിര കയറുന്ന അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഏത് മതത്തിൽ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ മനുഷ്യന്റെ എന്താ പറയാ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിത രീതി, അതായത് ജീവിത രീതി വിശ്വാസത്തോടു കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെങ്കിൽ അതാണ് മതം. ഇപ്പൊ നോക്ക് നിങ്ങൾ, എന്റെ വിശ്വാസം അനുസരിച്ച് ഈ മഞ്ജുഷും രാഹുൽ ഈശ്വറും ശ്രീജിത്ത് പണിക്കരും നാസർ പീസി കൂടത്തായും എന്റെ സഹോദരന്മാരാണ്. അതായത് നമ്മുടെ വിശ്വാസം അനുസരിച്ച് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യൻ ആദം നബി അലൈഹി സ്വലാമിന്റെ മക്കളാണ് നമ്മൾ എല്ലാവരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് എന്റെ ഇസ്ലാം പറയുന്നത്. നിങ്ങളൊക്കെ സഹോദരന്മാരാണ്. പക്ഷെ വിശ്വാസപരമായി നിങ്ങൾ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുമായി തർക്കിച്ച് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഒരു സഹോദര്യം പാടില്ല എന്നുള്ളൊരു നിലപാട് ശരിയല്ല. ഞങ്ങളെല്ലാം അത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴാണ് പൊടുന്നനെ നാസർ ഫൈസി കൂടത്തായുടെ ഈ പ്രതികരണം വന്നത്. അപ്പോൾ ചോദിച്ചു പോകുമല്ലോ, ഒ അബ്ദുള്ളയുടെ പ്രതികരണവും ഇദ്ദേഹത്തിന്റെ പ്രതികരണവും ഒന്നു തന്നെയല്ലേ എന്ന്. ഞാൻ ചോദിക്കുന്നത്, മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ തന്നെ എന്താണ് തെറ്റുള്ളത് ശ്രീ ഷാക്കിർ? മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരം അല്ലല്ലോ, അങ്ങനെ ആ ചോദ്യത്തിന് ആണെങ്കിൽ എന്താ കുഴപ്പം? ആണെങ്കിൽ എന്താണ് പറഞ്ഞത്? ആണെങ്കിൽ എന്താണ് കുഴപ്പം? സാങ്കല്പിക ചോദ്യം എന്തിനാണ് ഞാൻ ചോദിക്കട്ടെ? സാങ്കല്പികമായ ചോദ്യം, മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരം ആണെങ്കിൽ എന്ന സാങ്കല്പിക ചോദ്യത്തിന് എന്താ പ്രസക്തി? മമ്മൂട്ടി നിർദ്ദേശപ്രകാരമാണെങ്കിൽ മാത്രം ചർച്ച ചെയ്താൽ മതിയല്ലോ. ഒരു സംഭവം ഉണ്ടായതിനു ശേഷം മാത്രമാണ് ചർച്ച ചെയ്യേണ്ടത്. ഒരു സംഭവം സംഭവിക്കാത്ത കാലത്തോളം അതിൽ ഭാവനയിൽ ചർച്ച ചെയ്യുന്നത് ചിലരുടെ അജണ്ടയുടെ ഭാഗമാണ്. ആ അത്ര അജണ്ടയിൽ ഇരുന്നു കൊടുക്കാൻ മതവിഭാഗം തയ്യാറല്ല. ശരി, ഇത് മഞ്ജുഷ്, ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ ശ്രീ ഷാക്കിർ അടക്കം, ഷാക്കിർ എന്നോടാണ് ചോദ്യം, ആദ്യം ഇത് സംസാരിച്ചു തുടങ്ങിയ സമയത്ത് ശ്രീ ഷാക്കിർ അടക്കമുള്ള ആൾക്കാർ പറഞ്ഞത് ഒ അബ്ദുള്ളയുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് എന്നാണ്. അല്ല, പറഞ്ഞു. ഒരു മിനിറ്റ്, അല്ലല്ല, ഞാൻ പറഞ്ഞ സംഗതി ഉണ്ട്. നിങ്ങൾ ദയവായി എന്നെ കോട്ട് ചെയ്യരുത്. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, മതപരമായ കാര്യത്തിൽ ഫത്വ പറയാൻ ഞാൻ ആളില്ല. അതുപോലെ ഫത്വ ആളുകൾ സ്വീകരിക്കാനും മലയാളത്തിൽ സാധ്യതയില്ല. നേരെ മറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് അത് മതം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കുള്ള മതവിധിയാണ്. അത് അല്ലാണ്ട് നിങ്ങൾ എല്ലാവരുടെയും ആ മതത്തിനനുസരിച്ച് ഇങ്ങനെ ജീവിക്കണമെന്നല്ല. അത് വേറൊരു കൗതുകം കൂടി ഇതിലുണ്ട്. മമ്മൂട്ടി ഒരു സിനിമാ നടനല്ലേ? ആ ഇപ്പോഴല്ലേ സിനിമയൊക്കെ ചില ആളുകൾ കാണുന്നില്ല, അതുമായി പിന്നെ കമന്റ് ചെയ്യലൊക്കെ തുടങ്ങി. ഒരു കാലത്ത് മമ്മൂട്ടിയെ കുറിച്ച് സിനിമയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഓർമ്മയില്ലേ? അതിനൊന്നും മതത്തിന്റെ നിലപാട് മാറുന്നില്ല. മതത്തിന്റെ നിലപാടും കാഴ്ചപ്പാടും ഒരേ രീതിയിൽ തുടരും. അത് അനാവശ്യമായി ഈ സമയത്ത് ഓൺ ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞോട്ടെ. നോക്കൂ, ഇതിലെ ഫണ്ടമെന്റലി ശ്രീ ഷാക്കിർ, നമ്മൾ ഇതിനെ സംസാരിച്ച് കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ടുന്ന കാര്യമില്ല. വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു മുസ്ലിം മതവിശ്വാസിയായിട്ടുള്ള ഒരാളിന് വേണ്ടി ഒരു ഹിന്ദു മതവിശ്വാസിയായിട്ടുള്ള ഒരാൾ ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു വഴിപാട് കഴിക്കുന്നു. ഈ വഴിപാട് കഴിക്കുക എന്ന് പറയുന്നതിനെ മതത്തിന്റെ കണ്ണുകളിൽ കൂടി നമുക്ക് കാണേണ്ടത് കാര്യമില്ല. കാരണം പതിറ്റാണ്ടുകളായിട്ട് ഊഷ്മളമായിട്ടുള്ള സൗഹൃദ ബന്ധം സൂക്ഷിക്കുന്ന ഒരേ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ അതിനെ നമുക്ക് കൂടുതലായിട്ട് മതത്തിന്റെ കണ്ണുകളിൽ കൂടി കാണണമെങ്കിൽ നമ്മളതിനെ കാണേണ്ടത് എന്തിൻ്റെ രീതിയിലാണ്? അല്പം മുമ്പ് താങ്കൾ പറഞ്ഞിരിക്കുന്ന പോലെ, വിഘ്നേഷ് ഒരു ഉസ്താദിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയിടുന്ന സ്ത്രീകൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചില മഹല്ല് കമ്മിറ്റികളും പള്ളികളും ഒക്കെ തന്നെ ചെയ്തു കൊടുക്കുന്ന രീതിയിലത്തേക്കോ മതത്തിന്റെ കണ്ണിൽ കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്കവിടെ സാഹോദര്യം മാത്രമേ കാണൂ. നമ്മളതിനെ മതമൈത്രി എന്നൊരു പേര് വെച്ചിട്ട് അല്ലെങ്കിൽ റിലീജിയസ് ഹാർമണി എന്നൊക്കെ വിളിക്കും. അപ്പോൾ അത് കാണേണ്ടതിൻ്റെ പകരം
നമ്മൾ ഇവിടെ വന്നതിന് ശേഷം അത് മോഹൻലാൽ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മമ്മൂട്ടി നിർദ്ദേശിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് എങ്കിൽ മമ്മൂട്ടി മുസ്ലിം സമൂഹത്തിനോട്, ഇസ്ലാം സമൂഹത്തിനോട് മാപ്പ് പറയണം, തോബ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മതവിശ്വാസം എന്ന് പറയുന്നത് ഒരാളിൻ്റെ പേഴ്സണൽ വിശ്വാസമാണ് എന്നുള്ള സ്വാതന്ത്ര്യം പോലും നൽകാതെ ഒരാളിന് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ചികിത്സ ആവശ്യമുള്ള ഒരു ഘട്ടത്തിലാണെങ്കിൽ ആ പരിഗണനകളെല്ലാം മാറ്റിവെച്ചതിന് ശേഷം ഇവിടെ മാപ്പ് പറയാൻ പോവുകയാണ് അദ്ദേഹം ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് മനുഷ്യത്വമില്ല എന്ന് ഞാൻ പറയും. കാരണം ഇങ്ങനെ എന്തെങ്കിലും ശാരീരിക സൗഖ്യം ഇല്ലാതിരിക്കുന്ന ഒരാളിനോട് ഈ സമയത്ത് പറയാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല നിങ്ങൾ അതെല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് മാപ്പ് പറയൂ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക, ശാരീരിക അസ്വാസ്ഥ്യമുള്ള ആളിന് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുക, അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതേ മമ്മൂട്ടി തന്നെ ഇവിടെ എനിക്ക് തോന്നുന്ന ശ്രീ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ വെച്ച് അവിടെ പങ്കെടുക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി അയോധ്യയിൽ പൂജിച്ച അക്ഷതം അവിടെ കൊണ്ടുവന്ന് കൊടുത്തു. ആ സമയത്ത് ഈ രീതിയിലത്തേക്കുള്ള കൂടുതൽ കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞെന്താണ്? നോക്കൂ, രണ്ട് മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ രാമനെ പൂജ ചെയ്തിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സാധനം അതവിടെ കൊടുക്കുന്നു, അദ്ദേഹം സ്വീകരിക്കുന്നു, യാതൊരു വിധത്തിലുള്ള എതിർപ്പും പ്രകടിപ്പിക്കുന്നില്ല. മതത്തിന്റെ കണ്ണിൽ കൂടി കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ കണ്ടാൽ മതി. അവിടെയാണ് ഞാൻ പറഞ്ഞത്, മതമൈത്രി എന്ന് പറയുന്നതോ സാഹോദര്യം എന്ന് പറയുന്നതോ നമ്മളൊരു ചർച്ചയിൽ വന്നിട്ട് ആദ്യ ഭാഗത്ത് സംസാരിക്കാനുള്ള വാക്കുകൾ മാത്രമല്ല, അതിന് ഡീപ്പറായിട്ടുള്ള അർത്ഥമുണ്ട്. ശ്രീ ഷാക്കിർ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത് അബ്ദുള്ള എന്ന് പറയുന്നയാൾ ഒരു വ്യക്തിയാണ്, അദ്ദേഹം പല പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട്, അദ്ദേഹം ഏതെങ്കിലും ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ആളല്ലാത്തത് കൊണ്ട് അങ്ങനെ മാത്രം അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ നമ്മൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. നാസർ ഫൈസി പറഞ്ഞപ്പോഴോ? അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തി മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് വന്നിരിക്കുന്നത് എങ്കിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് ശ്രീ ഷാക്കിർ ഇപ്പോൾ ആവർത്തിച്ച് പറയണം. കാരണം ഒന്നുകൂടി ക്ലാരിറ്റി വരുത്തിയിരുന്നു. മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരം ആ വിശ്വാസം അത് എനിക്കും വിശ്വാസമാണ് എന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസ പ്രകാരം തെറ്റ് എന്നാണ് നാസർ ഫൈസി അതിന് ആ ഒരു വ്യാഖ്യാനം കൂടി നൽകിയിരുന്നു. കറക്റ്റ്. അല്ല, ഞാൻ പറഞ്ഞത് അതാണ്. അതായത് ബേസിക്കലി ഒരാൾ അതിൻ്റെ പേരിൽ നിർദ്ദേശിച്ച്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരാൾ ഒരു പള്ളിയിൽ പോകുമ്പോൾ, അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ അവരോട് പറയുന്നത് എന്താ? അത് ക്രിസ്ത്യൻ ചർച്ച് ആയിക്കോട്ടെ, ഒരു മസ്ജിദ് ആയിക്കോട്ടെ, ക്ഷേത്രമായിക്കോട്ടെ, നമ്മൾ പറയുന്നത് എന്താ? നമ്മളെ കൂടെ ഓർത്തേക്കണേ, നമുക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിച്ചേക്കണേ എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൺസെന്റ്. അപ്പോൾ ഇപ്പം മോഹൻലാൽ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് മമ്മൂട്ടിയോട് സംസാരിക്കുന്നു എന്ന് കരുതിക്കോളൂ, എനിക്കറിയില്ല, അങ്ങനെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ടായി എന്ന് കരുതിക്കോളൂ. അപ്പോൾ ആ സമയത്ത് പ്രാർത്ഥനയിൽ നമ്മളെയും ഓർക്കണേ എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പാപമാണെന്നാണോ? അതിൻ്റെ പേരിൽ ഒരു ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തി ആ സമയത്ത് വന്നിട്ട് ഒരു പൊതുമാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞതിനെ ആവർത്തിക്കുകയല്ലാതെ മറ്റൊരു ഓപ്ഷൻ അതിനെ സംബന്ധിച്ചിടത്തോളം പറയാനില്ല. മോഹൻലാലും മമ്മൂട്ടിയും രണ്ടും മതവിശ്വാസികളാണെങ്കിൽ അവർ അവരുടെ മതവിശ്വാസ പ്രകാരം അവരുടെ ആചാരങ്ങൾ തുടരട്ടെ. അതാണ് പറഞ്ഞത്. മോഹൻലാൽ ഒരു കർമ്മം ചെയ്തു എന്നതുകൊണ്ട് മമ്മൂട്ടിക്ക് എന്ത് വിരോധമില്ലെങ്കിൽ മമ്മൂട്ടി അതിനെ സംബന്ധിച്ചിടത്തോളം അതിർത്തി പറയേണ്ട കാര്യമില്ല. ഇനി മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ മാത്രമേ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമുള്ളൂ. പിന്നെ അത് പൊതുസമൂഹത്തോട് മാപ്പ് പറയണോ എന്ന കാര്യത്തെ സംബന്ധിച്ച് അത് പല അഭിപ്രായങ്ങളുണ്ട്. പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ട കാര്യമുണ്ട്. ഒരു മതവിശ്വാസ പ്രകാരം ഒരു മതവിശ്വാസി മതത്തിന് വിരുദ്ധമായ സമീപനം സ്വീകരിച്ചാൽ മതവിധി എന്താണ് അത് പാലിക്കുക എന്നല്ലാതെ സമൂഹത്തോട് മുഴുവൻ മാപ്പ് പറഞ്ഞ അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ മൊത്തം ഒരു സമൂഹത്തിനോട് മുഴുവൻ മാപ്പ് പറയണമെന്ന് അബ്ദുള്ളയും പറഞ്ഞിട്ടില്ല. ഇസ്ലാം മതവിശ്വാസികളോട് മാപ്പ് പറയുക, തോബ ചെയ്യുക, പ്രായശ്ചിത്തം എന്നാണല്ലോ. ഇസ്ലാം മതവിശ്വാസികളോട് മാപ്പ് പറയേണ്ട കാര്യമില്ല. ദൈവത്തോട് കർമ്മങ്ങൾ നിർവഹിക്കുന്ന സമയത്ത് ദൈവം നിർദ്ദേശിച്ച, അള്ളാഹു നിർദ്ദേശിച്ച വിധി പ്രകാരം അല്ലാത്ത സാഹചര്യത്തിൽ ദൈവത്തോട് ചില കടമകളും കടപ്പാടുകളുണ്ട്, അത് പൂർത്തിയാക്കിയാൽ മതി. മുസ്ലിം മതവിശ്വാസികളോട് മാപ്പ് പറയേണ്ട കാര്യം എന്താ മമ്മൂട്ടി? അതിന്റെ ആവശ്യമൊന്നുമില്ല. മമ്മൂട്ടി മുസ്ലിം മതവിശ്വാസികളോട് എന്തോ തെറ്റ് ചെയ്തോ? അദ്ദേഹത്തിന്റെ മതവിശ്വാസ പ്രകാരം ചെയ്തതിന് മതവിധി പാലിക്കുക എന്നല്ലാതെ മുസ്ലിം സമൂഹത്തോടോ അല്ലെങ്കിൽ പൊതുസമൂഹത്തോടോ മാപ്പ് പറയേണ്ട കാര്യം മമ്മൂട്ടിക്കില്ല. അല്ലെങ്കിൽ മമ്മൂട്ടി വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പ്രതികരിക്കേണ്ട കാര്യമില്ല. മോഹൻലാൽ ചെയ്ത ഒരു കർമ്മത്തിന് മമ്മൂട്ടി ഇടപെടേണ്ട കാര്യം മോഹൻലാലിന്റെ വിശ്വാസമല്ലേ? അതിൽ മമ്മൂട്ടി നിരപരാധിയാണ് ഈ വിഷയത്തെ സംബന്ധിച്ച്. ഇത് ഒരു വിഷയവും ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത മമ്മൂട്ടി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുമായി മുന്നോട്ട് പോകട്ടെ. അദ്ദേഹത്തിന്റെ മതവിശ്വാസം ഉണ്ടെങ്കിൽ അദ്ദേഹം മതവിശ്വാസ പ്രകാരം ആചരിക്കട്ടെ. മറ്റു മതവിശ്വാസികൾ അവരുടെ മതവിശ്വാസ പ്രകാരം ചെയ്യട്ടെ. ഇതിന് മമ്മൂട്ടിയെ ചർച്ച ചെയ്ത് കൊണ്ടുവന്ന് അയാൾ മുസ്ലിംസമൂഹത്തോട് ഇസ്ലാം മതവിശ്വാസികളോട് മാപ്പ് പറയണം, തൗബ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചേക്കേണ്ട യാതൊരു കാര്യമില്ല. മമ്മൂട്ടി പൂർണ്ണമായി ഇതിൽ നിരപരാധിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ അത് മറ്റൊരു തരത്തിൽ ചർച്ച ചെയ്യേണ്ടി വരും. അങ്ങനെ ഭാവനയിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. അത് മമ്മൂട്ടിയാണ് പറയുന്നത്. അങ്ങനത്തെ പോയിന്റുകൾ എടുക്കരുത്. അദ്ദേഹം പറഞ്ഞ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. നിർദ്ദേശപ്രകാരമാണെങ്കിലും എന്താണ് കുഴപ്പമുള്ളത്? രാഹുൽ അതിനോട് യോജിക്കാത്തത് എന്തുകൊണ്ടാണ്?
അങ്ങനെയല്ല മഞ്ജുഷ്, അത് അല്ല, അതിനോട് എന്താണ് രാഹുലിന് യോജിച്ചാൽ കുഴപ്പം? ഒരു മിനിറ്റകം പറയാം. അങ്ങനെയല്ല, അല്ല ഇത് വളരെ സെൻസിറ്റീവ് ആയ ഒരു വിഷയമാണ്. എനിക്ക് ഒരു മിനിറ്റ് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സെമിറ്റിക് റിലീജിയൻസ് എന്ന് പറയുന്ന ജൂതന്മാർക്കും മതവിശ്വാസികൾക്കും അവരുടേതായ ഒരു ദൈവീകമായ ഫ്രെയിംവർക്ക് ഉണ്ട്. നമുക്ക് അങ്ങനെയല്ല. നമ്മൾ കുറെ കൂടെ പാഗൻ ഫ്രെയിംവർക്കിൽ നിന്ന് വരുന്ന പാൻതീസ്റ്റ് ഫ്രെയിംവർക്കാണ് ഹിന്ദു. താങ്കൾ ഇതൊക്കെ പറയുമ്പോഴും താങ്കൾ പറഞ്ഞുവല്ലോ അയ്യപ്പന്റെയും വാവൂരിന്റെയും കഥകൾ പറഞ്ഞു താങ്കൾ തന്നെയാണല്ലോ. അല്ലല്ല, ശബരിമലയിലാണല്ലോ മോഹൻലാൽ പോയി ഉഷപൂജ നടത്തിച്ചത്. അവിടെയാണ് ശ്രദ്ധിക്കൂ, അവിടെ മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിലും എന്താണ് തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ അതിലെന്താണ് തെറ്റ് ശ്രീ രാഹുൽ ഈശ്വർ? അല്ലല്ല, പറഞ്ഞോട്ടെ. അവിടെ അയ്യപ്പൻ വാവർക്ക് വേണ്ടി ഒരു നട വെച്ചപ്പോ എന്നാ വാവറുടെ വിഗ്രഹമോ പ്രതിമയോ ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച വ്യക്തിയല്ല. അതായത് ഇന്ന് പോലും കഴിഞ്ഞ 1000 വർഷങ്ങളായി വാവര് നടയിൽ ഒരു വിഗ്രഹമോ പ്രതിമയോ രൂപമോ ഇല്ലാത്തതിന്റെ കാരണം മുസ്ലിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ ബഹുമാനിക്കാൻ തയ്യാറായ അയ്യപ്പനും ഹിന്ദുക്കൾ എങ്ങനെയാണോ അങ്ങനെ അല്ലല്ല, അവിടെ സ്പേസ് എന്നേ ഉള്ളൂ. നട എന്ന് പറഞ്ഞാൽ സ്പേസ് എന്നേ അർത്ഥമുള്ളൂ. ആ വാവർ നടയിൽ ഇന്ന് പോയാൽ ശ്രീജിത് ബായിക്ക് കാണാം അവിടെ ഒരു വിഗ്രഹം ഇല്ല. അതിന്റെ കാരണം മുസ്ലിം മതവിശ്വാസികൾക്ക് ചില ഹറാമും ഹലാലും ഉണ്ട്. അവർക്ക് സഗുണ ആരാധന ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ സംസ്ഥയുടെ പ്രതികരണം വന്നിരിക്കുന്നു. അല്ലല്ലേ, പക്ഷെ നമ്മളുടെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. മമ്മൂട്ടിയും മോഹൻലാലും ഇത്രയും വർഷത്തെ സൗഹൃദമുള്ളവർ, മതേതര കാഴ്ചപ്പാട് പുലർത്തുന്നവർ. ആ ഉത്തമ ഉദാഹരണമാണ് മമ്മൂട്ടിക്ക് വേണ്ടി ഉഷപൂജ മോഹൻലാൽ ശബരിമലയിൽ നടത്തിയത്. അതിന് മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിലും അതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് അല്ലെ ശ്രീ വിനുകിരി? എനിക്ക് സമയം തന്നില്ല, എനിക്ക് 30 സെക്കൻഡ് കൂടെ തരണം. അതായത് മതങ്ങൾക്കിടയിൽ തർക്കിക്കാനുള്ള സ്പേസ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരെ തർക്കിക്കാനല്ല, സമവായം ഉണ്ടാക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം. വേണമെങ്കിൽ ഇതേ ചോദ്യം ചോദിക്കാമല്ലോ. പോപ്പ് ഫ്രാൻസിസ് രോഹിംഗ്യ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഏത് ദൈവത്തെ വിളിച്ചാണ് പ്രാർത്ഥിച്ചതെന്ന്. അപ്പൊ രോഹിംഗ്യകൾക്ക് വേണ്ടി ലോകത്ത് ആരും പോകാത്ത അവസരത്തിൽ ക്രിസ്ത്യാനിയായ പോപ്പ് ഫ്രാൻസിസ് പോയി പ്രാർത്ഥിക്കുന്നത് നന്മയുടെയും മനുഷ്യത്വത്തിന്റെ ലക്ഷണമാണ്. എന്ന് ചോദിക്കുന്നതിന് അർത്ഥമുണ്ടോ? ഉദാഹരണം തിരിഞ്ഞുപോയി രാഹുല്. അല്ലല്ല, അവിടെ രോഹിംഗ്യൻസിന്റെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ അത് തെറ്റാണെന്നാണ്. അതാണ് ഇവിടെ ഏതെങ്കിലും മിഡിൽ ഈസ്റ്റിലെ ആരെയും കുറ്റമായിട്ട് പറയില്ലേ, ഏതെങ്കിലും മിഡിൽ ഈസ്റ്റിലെ മൗലവി ബർമയിലോട്ട് പോയോ? ഒരു ക്രിസ്ത്യാനിയായ പോപ്പല്ലേ പോയത്? അല്ലെങ്കിൽ ബുദ്ധിസ്റ്റായ ദലൈലാമയല്ലേ പോയത്? ഇവിടെയാണ് നമ്മൾ മതങ്ങളുടെ സാങ്കേതികത വെച്ച് തർക്കം ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ല. പകരം ഇവർ ഒരുമിക്കുന്ന അവസരങ്ങളെ പരമാവധി ഹൈലൈറ്റ് ഞാൻ പറയട്ടെ, നോക്കൂ, അതിനുമ്പെന്ന് പറഞ്ഞോട്ടെ, ഇന്ന് ക്യാൻസർ എന്ന് പറയുന്നത് വലിയ മാരകമായ ഒരു രോഗമൊന്നുമല്ല. ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അതിന് ചികിത്സിക്കാം. ഓരോ രോഗിക്കും അവൻ്റെ ഡോക്ടർ തന്നെയാണ് ദൈവം. അതിൽ മതമില്ല. ആരാണോ ചികിത്സിക്കുന്നത്, ഇപ്പോൾ ഒരു ശ്രീകുമാർ ഡോക്ടറാണ് ചികിത്സിക്കുന്നെങ്കിൽ അദ്ദേഹം തന്നെയാണ്, അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയായിരിക്കും മമ്മൂട്ടിയെ ചികിത്സിക്കുക. അതുകൊണ്ട് ഇതിനകത്ത് രോഗത്തിലൊക്കെ ഈ മതവും ഇതൊന്നും വലിച്ചു ചേർക്കരുത്. പ്രത്യേകിച്ച് മതവിധി പുറപ്പെടുവിക്കേണ്ട ആവശ്യമില്ല. വലിയ കലാകാരൻ അദ്ദേഹം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചു. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രൈം ഡിബേറ്റ് അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.